ഈ പൂളിൽ നിന്ന് ബിയർ വരെ അടിക്കുന്ന ആൾക്കാര്. അടിപൊളി. ഇവിടെ ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഈ ഒരു പൂളിൽ ഉണ്ടാവും അറിയോ ഈ സമയത്ത്? ഇപ്പൊ ഹംഗറിയുടെ തലസ്ഥാനമായിട്ടുള്ള ബുദാപെസ്റ്റിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ബുദാപെസ്റ്റിൽ ഞാനിങ്ങനെ പബ്ലിക് ട്രാൻസ്പോർട്ടും നടന്നൊക്കെയായിട്ട് സെറ്റ് ടൂർ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ നടന്ന് അടപ്പിറച്ചു. ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ നമ്മളിപ്പോൾ വേറൊരു സ്ഥലം കാണാൻ വേണ്ടി പോവാണ്. സ്ഥലങ്ങൾ കണ്ട് മടുക്കൂല, അതുപോലെ സ്ഥലങ്ങളുണ്ട്, ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് ഗൈസ്. ബസ്സിൽ ടിക്കറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന ആളാണ്. നമ്മുടെ കയ്യിൽ ടിക്കറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഫൈൻ അടിച്ച് തരും. നമ്മുടെ കയ്യിലുള്ള ആപ്പ് ഇവിടെ ഇതിനകത്ത് സ്കാൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ടിക്കറ്റ് ഇൻവാലിഡ് ആണ്, ഫൈൻ അടിച്ച് തരും. ബസ്സിൽ ആൾക്കാർ പട്ടി കണ്ടോ, പട്ടിയെ കൊണ്ടൊക്കെ യാത്ര ചെയ്യുന്നുണ്ടോ, ക്യൂട്ട് പട്ടി. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് സെയിൻറ്റ് സ്റ്റീഫൻസ് ബസിലിക്ക കാണുന്നതിന് വേണ്ടിയാണ്. ബുഡാപെസ്റ്റ് നഗരത്തിലുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു ബസിലിക്കയാണിത്. ഹംഗറിയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ പള്ളി. 1906 അതായത് 119 വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച നിയോ ക്ലാസിക്കൽ സ്റ്റൈലിലുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ക്രിസ്ത്യൻ ദേവാലയമാണ് ഈ കാണുന്നത്. അത് ശരിക്കും ഭയങ്കര ഒരു അട്രാക്റ്റീവായിട്ടുള്ളൊരു ബിൽഡിങ്ങാണ്. ഒരു രക്ഷയില്ലാട്ടോ, അടിപൊളിയാണ്. ഇതിനകത്ത് കയറി ടൂറൊക്കെ ചെയ്യാം. ഇതിനകത്ത് കയറണമെങ്കിൽ ടിക്കറ്റൊക്കെ എടുക്കണം. മുമ്പിൽ ഒരു ബെൽ ടവറൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് കാണാം. പിന്നെ ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റും കൂടിയാണ് ഇത്. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 96 മീറ്ററാണ് ഇതിൻ്റെ ഉയരം. ഇതിൻ്റെ മുന്നിൽ ഈ ഭാഗത്തായിട്ട് ഇവിടെ ടിക്കറ്റ് ഓഫീസുകളുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ടിക്കറ്റൊക്കെ എടുക്കാം. ടിക്കറ്റൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം. ഓൺലൈനായിട്ടൊക്കെ ടിക്കറ്റ് എടുത്തിട്ട് വരാം. പിന്നെ നിങ്ങൾക്ക് ഇവിടെ വരുന്ന ആളുകൾക്ക് ഈ ബുഡാപെസ്റ്റ് നഗരത്തിലെ എല്ലാ സൈറ്റ് സീയിങ് സ്ഥലങ്ങളും കാണാൻ പറ്റുന്ന രീതിയിലുള്ള ബുഡാപെസ്റ്റ് ട്രാവൽ കാർഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയുള്ള മ്യൂസിയവും ഇതുപോലെയുള്ള പ്രധാന അട്രാക്ഷൻസും ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം നിങ്ങൾക്ക് ആ ഒരൊറ്റ പാസ് ഉപയോഗിച്ച് കാണാൻ പറ്റും. അതിൻ്റെ റേറ്റും കാര്യങ്ങളും നിങ്ങൾക്ക് ഇവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അങ്ങനെയുള്ള പാസുകൾ എടുക്കുന്നതാണ്. നിങ്ങളിവിടെ ഒന്നിലധികം ദിവസം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലാഭകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. ആ ഒരു ബസിലിക്കയുടെ മുമ്പിൽ എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ക്വയറാണ്. സ്ക്വയറിൻ്റെ ചുറ്റിനും അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ബിൽഡിങ്ങുകളും പിന്നെ ഫുഡ് സ്ട്രീറ്റുകളും ബാക്കിയുള്ള സംഭവങ്ങളും പരിപാടികളൊക്കെ ഉണ്ട്. ഇവിടെ താഴെയൊക്കെ ഇത് കണ്ടില്ലേ, മാർബിളോ ടൈൽസോ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഇട്ട് വളരെ മനോഹരമായിട്ട് അത്തപ്പം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പോലത്തെ ഒരു ഡിസൈനിൽ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ അതിന് മുമ്പിൽ നിന്നും നമുക്ക് ആ ഒരു മനോഹരമായിട്ടുള്ള ഒരു ബസിലിക്ക ഇങ്ങനെ നമുക്ക് കാണാം. പിന്നെ ഇതിന് ഡോം ഉണ്ടല്ലോ, ഇതിൻ്റെ ഡോം പണ്ട് കാലത്ത് തകർന്ന് വീഴുകയുണ്ടായിരുന്നു. ഇതുണ്ടാക്കി കഴിഞ്ഞിട്ട് കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നീട് അത് കംപ്ലീറ്റ് റിനോവേറ്റ് ചെയ്ത് കുട്ടപ്പനാക്കി റീവർക്ക് ചെയ്താണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന രീതിയിലുള്ള ഈ ഒരു കത്തീഡ്രൽ ഇവിടെ നിർമ്മിച്ച് വെച്ചിരിക്കുന്നത്. 2 ബെൽ ടവറുകളുണ്ട്. അതായത് ഈ കാണുന്നത് ബെൽ ടവർ, ഇവിടെ ബെൽ ടവർ, അതിൽ ക്ലോക്കുണ്ട്. ഇവിടെ ഒരു ബെൽ ടവറുണ്ട്, അതിലും ക്ലോക്കുണ്ട്. 4 ഭാഗത്തും ക്ലോക്കൊക്കെയുള്ള മനോഹരമായിട്ടുള്ളൊരു കത്തീഡ്രൽ. ഇന്ന് ആക്ച്വലി നല്ല തണുപ്പ് കേട്ടോ. ഞാൻ എന്തൊക്കെ ഇട്ടിട്ടുണ്ട്, ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്, പിന്നെ മഫ്ലർ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ മേളിൽ ഇതേ വലിച്ചിട്ടിട്ടുണ്ട്, എന്തൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. തണുപ്പിന് ഒരു കുറവുമില്ല. സാധാരണ നമ്മൾ കുറേ നാടുകളിൽ ഇതുപോലെ കുറേ ആൾക്കാർ പ്രതിമകളായിട്ടൊക്കെ നിൽക്കാറില്ലേ. പക്ഷേ ഇവിടെ ഒരാൾ നിൽപ്പുണ്ട്. പുള്ളിയുടെ വയറ്റത്ത് പിടിച്ച് ഫോട്ടോ എടുക്കുകയാണ് എല്ലാവരുടെയും പരിപാടി. പക്ഷേ ഇത് ഒറിജിനലാണോ? ഒറിജിനലല്ലോ, അല്ല ഇത് പ്രതിമയാ, ശരിക്കും പ്രതിമയാ. ഹായ്, ഹൗ ആർ യു? കൊള്ളാല്ലേ, എല്ലാവരും ഇങ്ങനെ വയറ്റത്ത് പിടിച്ച് ഫോട്ടോ എടുത്ത് കുറേ പേർ പിടിച്ച് ഫോട്ടോ എടുത്ത് ആ ഭാഗം മാത്രം ഇങ്ങനെ കളർ മാറിയിരിക്കുകയാണ്. കൊള്ളാല്ലേ. മൂക്കിനും പിടിക്കാറുണ്ടെന്ന് തോന്നുന്ന ആൾക്കാർ, മൂക്കും കൊള്ളാം. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ ക്യാമറ ആരെങ്കിലും കൈ കൊടുക്കാൻ തന്നെ പേടിയാണ്. അപ്പോൾ നമുക്ക് എടുക്കേണ്ട ഒരു ഫോട്ടോ. അണ്ണൻ, നമ്മുടെ അണ്ണൻ കൊള്ളാമല്ലേ ചേട്ടൻ? ഇങ്ങനെ തോളത്ത് കയറ്റ നമ്മുടെ ആൾക്കാരെ തോളത്ത് കയറില്ല, ഇവിടുത്തെ ആൾക്കാർ തോളത്ത് കയറത്തില്ല. തോളത്ത് കയറ്റാൽ വേറെ പലതും അവർ ചിന്തിക്കുന്നത്. കൊള്ളാമല്ലേ? ചില ആൾക്കാർ കമൻറ്റ് ചെയ്ത് സുജിത്ത് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഒന്നും കഴിക്കത്തില്ല, കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വാരി വലിച്ച് കഴിക്കും, അത് കഴിക്കും, ഇത് കഴിക്കും, അവരെ മുടിപ്പിക്കുമെന്ന്. കമോൺ, എനിക്ക് തെറിയാണ് പറയാൻ തോന്നുന്നത്. എനിക്ക് എന്താ ഇത്രയും ട്രാവൽ ചെയ്യാം, ഇത്രയും കാശ് മുടക്കി ട്രാവൽ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഒരു നേരത്തെ ഫുഡ് കഴിക്കാനാണോ എനിക്ക് കാശ് മുടക്കാൻ വയ്യാത്തത്? കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിലും എന്താ, ചിലപ്പോൾ അവർ കൊടുക്കും, ചിലപ്പോൾ ഞാൻ കൊടുക്കും. അത് ഞങ്ങൾ എൻ്റെ കൂടെ ട്രാവൽ ചെയ്യുന്ന ഫ്രണ്ട്സായിട്ടൊന്നും ഒരിക്കലും ഞാൻ കണക്ക് പോലും ഞങ്ങൾ പറയാറില്ല പല കാര്യത്തിൽ, പറയുമോ? അങ്ങനെയുള്ള കുറേ ഉച്ചളി കമൻറ്റുകൾ ചില ആൾക്കാർ ഇടാറുണ്ട്. എടാ നീയൊക്കെ മനസ്സിലാക്കടാ, ഒറ്റയ്ക്ക് കഴിക്കാൻ പരിമിതികളുണ്ട്. 2-3 പേരുണ്ടെങ്കിൽ കുറേ ഫുഡ് ഓർഡർ ചെയ്യാം, കുറേ ഫുഡ് വാങ്ങിച്ച് കഴിക്കാം, പലത് എക്സ്പീരിയൻസ് ചെയ്യാം. ഒറ്റയ്ക്ക് ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം കൂടെ വാങ്ങിച്ചിട്ട് ഞാൻ വേസ്റ്റ് ആക്കി കളയണോ? ചില ആൾക്കാരുടെ കമൻറ്റ് കണ്ടാവുണ്ടല്ലോ, ഞാനൊക്കെ ബാക്കിയുള്ളവരുടെ ഔദാര്യത്തിലാണ് ട്രാവൽ ചെയ്യുന്നതെന്നാണ് വിചാരം. സത്യം പറഞ്ഞാൽ ദേഷ്യം വരുന്നുണ്ട് പല കാര്യങ്ങൾ, ചില കമൻറ്റുകളൊക്കെ കാണുമ്പോഴത്തേക്കിനും. ഞാൻ
ഈ ഒരു ട്രിപ്പിൽ കാര്യമായിട്ടുള്ള സ്പോൺസർഷിപ്പുകൾ പോലും ഞാൻ എടുത്തിട്ടില്ല. നിങ്ങൾ കാണാറുണ്ടോ? ഞാൻ എന്തെങ്കിലും ബ്രാൻഡ് എൻഡോഴ്സ്മെൻറ്റോ പരസ്യമോ എന്തെങ്കിലും ഈ ട്രിപ്പ് ഞാൻ കാണിക്കുന്നുണ്ടോ? കയ്യിൽ നിന്ന് കാശ് മുടക്കി തന്നെയാണ് ട്രാവൽ ചെയ്യുന്നത്. എല്ലാം നല്ല പൈസ മുടക്കിയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രിപ്പ് ഞാൻ വേറെ ചെയ്തിട്ടുമില്ല. എന്നിട്ട് ഇത്രയൊക്കെ പറയുമ്പോഴത്തേക്കിന് സത്യം പറഞ്ഞാൽ വിഷമം തോന്നും. പല ആൾക്കാരുടെ കമ്പനികളൊക്കെ കാണുമ്പോഴത്തേക്കും ഈ പണി നല്ല. ബുദാപെസ്റ്റ് നഗരത്തിലെ മഞ്ഞ ട്രാം ഭയങ്കര ക്യൂട്ടാണ്. ഭയങ്കര ക്യൂട്ട് സാധനമാണ്. ഞാൻ ഈ മഞ്ഞ ട്രാമിൻ്റെ ഒരു സോനീർ ഞാൻ വാങ്ങിച്ചായിരുന്നു. എന്ത് രസമല്ലേ ആ കളർ, ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ട്രാമിൽ കയറിയിട്ട് നമുക്കിനി സെൻട്രൽ മാർക്കറ്റ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. സെൻട്രൽ മാർക്കറ്റ് ഏരിയ. യെസ്, അതിലേക്ക് പോകാം. താങ്ക് യു. യെസ്, സി യു ട്രാം. ഇത് അണ്ടർഗ്രൗണ്ട് ആണല്ലോ. അണ്ടർഗ്രൗണ്ട് എവിടെയാണല്ലോ വന്നേക്കുന്നത്? ഇത് തന്നെ പരിപാടിയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് മേളിൽ കയറണോ? ഇത് മേളിൽ പാലമാണ്. ആ പാലത്തിന് അടിയിൽ കൂടെയാണ് ഈ ട്രാം പോകുന്നത്. മഞ്ഞ ട്രാം, റെഡ് ബസ്, നീല ബസ് എല്ലാം നല്ല അടിപൊളി കളർഫുൾ സിറ്റിയാണ് കേട്ടോ. എന്താണെങ്കിലും മൊത്തത്തിൽ ഇതെന്തോ പുള്ളിടയിൽ എന്തോ സാധനം ചൂണ്ടയാണെന്ന് തോന്നുന്നു കേട്ടോ. ചൂണ്ടയിടാൻ പോകുന്ന സൈബ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ സെൻട്രൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇതൊരു ഹ്യൂജ് മാർക്കറ്റാണ്. അതായത് ഹംഗറിയിലെ ഏറ്റവും വലിയ മാർക്കറ്റാണിത്. ഇത് ഇവിടെ നിർമ്മിച്ചത് ഏത് വർഷമാണെന്നറിയോ? 128 വർഷങ്ങൾക്ക് മുമ്പ് 1897 സിറ്റി മേയറിൻ്റെ ഇനീഷ്യേറ്റീവിൽ നിർമ്മിച്ച ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു മാർക്കറ്റാണ് ഈ കാണുന്നത്. ശരിക്കും ബേസിക്കലി ഈ ഫുഡ് ആൻഡ് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു മാർക്കറ്റായിരുന്നു. നമ്മുടെ വാളയം മാർക്കറ്റ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഉള്ളൊരു മാർക്കറ്റാണ്. നമ്മുടെ KR മാർക്കറ്റൊക്കെ ഇല്ലേ ബാംഗ്ലൂർ? അയ്യോ, KR മാർക്കറ്റിനെ പറ്റി പറയല്ലേ. ആ ഭാഗത്തേക്ക് പോയാൽ തന്നെ ചില സമയത്ത് വൃത്തികേടാ. ഒന്നും പറയണ്ട. എന്തെങ്കിലും ആട്ടെ. അപ്പോൾ സെൻട്രൽ മാർക്കറ്റ് എന്ന് പറയുന്ന ആ ഒരു മനോഹരമായിട്ടുള്ള കെട്ടിടത്തിലേക്കാണ് വന്നിരിക്കുന്നത്. ഇത് ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനും കൂടിയാണ്. ഇത് വലിപ്പം അല്ലേ? ദിസ് ഈസ് റിയലി ഹ്യൂജ്. ഇവിടെ കംപ്ലീറ്റ് സുവനീറുകളും പിന്നെ ഫുഡും അതുപോലുള്ള ഓരോ സംഭവങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. നമുക്ക് അടിപൊളി ഹംഗറി ഫുഡൊക്കെ നിങ്ങൾക്ക് കഴിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള പല പല സംഭവങ്ങൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം, ടേസ്റ്റ് ചെയ്യാം. അങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടും. ഇതൊക്കെ ലോക്കലി മെയ്ഡ് വൈനുകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. ഇവിടുത്തെ ഒരു പച്ചക്കറി കടയാണ്. ഇവിടെ ലോക്കൽസൊക്കെ വന്ന് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ വില കാണണം. എൻ്റെ അമ്മോ, ഒടുക്കത്തെ വില കേട്ടോ. ഇവിടെ ഫുള്ള് മദ്യമാണല്ലോ. ഈ പറഞ്ഞ പോലെ മദ്യം, മദ്യരാശി എന്നൊക്കെ പറയുന്ന പോലെ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. ഇത് ഇവരുടെ ഒരു സ്പൈസ് ഷോപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ പലതരത്തിലുള്ള സ്പൈസസും പിന്നെ മുളകും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിരിക്കുന്നതാണ്. മുളക് പൊടിയുണ്ടോ? മുളക് പൊടി സുവനീറുകളാണ് മൊത്തത്തിൽ എല്ലായിടത്തും. പിന്നെ ഞാൻ ഇവിടെ ഈ പ്രത്യേകിച്ച് ഇതുപോലുള്ള രാജ്യങ്ങളിലൊക്കെ ഞാൻ വന്നപ്പോഴത്തേക്കും ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത മറ്റൊരു പ്രോബ്ലം എന്ന് പറയുന്നത്, നമ്മൾ ഭയങ്കര തണുപ്പാണല്ലോ. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂത്രമൊഴിക്കാൻ മുട്ടും. അപ്പോൾ ഇങ്ങനെ മൂത്രമൊഴിക്കാനായിട്ട് മുട്ടുമ്പോഴത്തേക്കിനും നമുക്ക് ഒരു ടോയ്ലറ്റോ വാഷ്റൂമോ ഒക്കെ കണ്ടു കിട്ടാനായിട്ട് കുറച്ച് പാടാം. ഇനി അഥവാ കണ്ടു കിട്ടിയാലും അവിടെ എല്ലാം അത്യാവശ്യം നല്ല പേയ്മെൻറ്റ് കൊടുക്കണം. പൈസ കൊടുക്കുന്നതിൻ്റെ അല്ല പ്രശ്നം. അത് ചില സമയത്ത് കിട്ടത്തില്ല. അതാണ് നമ്മൾ പറയും നമ്മുടെ നാട്ടിൽ ടോയ്ലറ്റ് ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിലും എല്ലായിടത്തും ടോയ്ലറ്റ് ഇല്ലേ. പിന്നെ ഏതെങ്കിലുമൊക്കെ കടയിൽ കയറി മൂത്രമൊഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ടാകും അവിടുത്തെ ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് ലോക്ക് ചെയ്ത് പൂട്ടിയൊക്കെ ഇട്ടായിരിക്കും വെച്ചിരിക്കുന്നത്. പുറത്തുനിന്ന് ആരും വന്നങ്ങനെ ഉപയോഗിക്കരുതല്ലോ അതിന് വേണ്ടി. അപ്പോൾ എനിക്കിപ്പോൾ അത്യാവശ്യമായിട്ട് നല്ലൊരു മൂത്രം ഒഴിക്കാനുള്ള ശങ്കയുണ്ട്. പക്ഷേ ഇവിടെ ടോയ്ലറ്റ് ഒന്നും കാണുന്നില്ല. ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. €1 കൊടുക്കണം. അതായത് ഏകദേശം 100 രൂപയ്ക്കടുത്ത് പൈസ കൊടുക്കണം ഉപയോഗിക്കാനായിട്ട്. പക്ഷേ പൈസ മാത്രമേ എടുക്കുകയുള്ളൂ, കാർഡ് എടുക്കില്ല. എൻ്റെ കയ്യിൽ കോയിൻ നെഹി. എന്താ ചെയ്യുക? ഹംഗറിയിൽ വന്നിട്ട് ഇതുവരെ പൈസ എടുത്തിട്ടില്ലായിരുന്നു. ഞാനപ്പോൾ ഹംഗറിയുടെ ATM-ൽ നിന്ന് ഹംഗറിയുടെ പൈസ എടുത്തു. ഞാൻ ഇത്തവണ കാർഡ് ഇൻസേർട്ട് ചെയ്യാതെ എൻ്റെ കാർഡ് ഇവിടെ ടാപ്പ് ചെയ്തിട്ടാണ് ഞാൻ പൈസ എടുത്തത്. അത് വർക്ക് ചെയ്തു. നമ്മൾ കാർഡ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കിട്ടിയില്ലെങ്കിലോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് നമ്മളത് എടുത്തില്ല. ഓക്കെ, യെസ്. അപ്പോൾ പൈസ കിട്ടി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ 10,000 ടിസർ ഫോറിൻഡ് എന്നാണ് പറയുന്നത്. ഇവരുടെ കറൻസിക്ക് പറയുന്നത് അങ്ങനെയാണ് 10,000. ഇത് വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് അവിടെ പേയ്മെൻറ്റ് കൊടുക്കുന്നത് നോക്കട്ടെ. ഈ ഒരു സെൻട്രൽ മാർക്കറ്റ് ഏരിയ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കിനും അടയ്ക്കും എന്നാണ് ഞാൻ കണ്ടത്. അപ്പോൾ നിങ്ങൾ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, അതനുസരിച്ചിട്ട് സമയം നോക്കി വരണം. ഇവിടെ എല്ലാം ഈ ഒരു ഡാന്യൂബ് റിവറിൻ്റെ തീരത്തായിട്ടാണ് ഇവിടുത്തെ സംഭവങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഇത് ഇവിടുത്തെ ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഷോപ്പിംഗ് പരിപാടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡു ഇറ്റ് ഹിയർ. ഞാനിനി ഇവിടുന്ന് സുഗ്ലിഗട്ട് ചെയർ ലിഫ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഒരു മലയുടെ മേളിലേക്ക് ചെയർ ലിഫ്റ്റ് ചെയ്ത് പോകുന്നൊരു സംഭവമാണ്. അവിടേക്കാണ് പോകുന്നത്. തണുപ്പത്ത് എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയില്ല. അപ്പോൾ അവിടേക്ക് പോകാനായിട്ട് നമുക്ക് ഈ ട്രാം എടുത്ത് വേറെ സ്ഥലത്ത് പോയി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് വീണ്ടും ബസ് എടുത്ത് വേണം പോകാനായിട്ട്. കുറച്ച് ടൈം എടുക്കും. ഏകദേശം ഒരു മണിക്കൂറോളം യാത്രയുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും മഞ്ഞ ട്രാമിൽ. നമ്മുടെ ഹംഗറി പാർലമെൻറ്റാണ് ഈ കാണുന്നത്. ഹംഗേറിയൻ പാർലമെൻറ്റ്. ഇന്നലത്തെ വീഡിയോയിൽ ഞാനിത് കാണിച്ചു തന്നായിരുന്നു.
മനോഹരമായിട്ടുള്ള ഒരു ബിൽഡിംഗ്. ഈ ഒരു മഞ്ഞ ട്രാമിൽ ഇങ്ങനെ കയറി പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡാന്യൂബ് നദിയുടെ തീരത്തൂടെ ഉള്ള എല്ലാ കാഴ്ചകളും കണ്ട് ഇങ്ങനെ പോവാം, ഇൻക്ലൂഡിങ് ദിസ് ബിൽഡിംഗ്. അങ്ങനെ ഈ ട്രാമിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പിൽ നമ്മൾ വന്നിറങ്ങി. ഇനി നമുക്ക് ഇവിടെ നിന്നൊരു ബസ് എടുക്കണം, ബസ്സിൽ കയറി പോകണം. നമ്മൾ വന്ന ട്രാം അവിടെ നിൽക്കുകയല്ലേ, ഇവിടെ കുറേ കോംപ്ലിക്കേറ്റഡ് ട്രാക്കുകൾ കണ്ടോ. ഇപ്പോൾ ഈ ട്രാം തിരിച്ചു പോകും, ഇത് പോയി കഴിയുമ്പോഴത്തേക്കിനും ആ ട്രാം ഇവിടെ കൊണ്ട് കയറ്റിയിടും. അതാണ് പരിപാടി. വേറെ ക്യൂട്ടാണോ, ഒത്തിരി ഇഷ്ടപ്പെട്ടു. മറ്റത് കുഞ്ഞ് ട്രാം ആയിരുന്നെങ്കിൽ ഇത് വലിയ ട്രാം കൊള്ളാമല്ലേ. ഇതിൻ്റെ ഡിസൈൻ വേറെയാണ്, അടിപൊളി, എല്ലാം അടിപൊളിയാണ്. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞാലുണ്ടല്ലോ, യൂറോപ്പിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ബെസ്റ്റാണെന്നറിയോ. എനിക്കൊന്ന് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ജപ്പാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ യൂറോപ്പായിരിക്കും. എനിക്കൊന്ന് ജപ്പാൻ്റെ അടിപൊളിയാണെന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്ന് വേറൊരു ബസ് എടുക്കണം. 291 നമ്പർ ബസ്. പങ്ക്ച്വാലിറ്റി നോക്ക്, ബസ് വന്ന കണ്ടോ, 291 നമ്പർ ബസ് വരുമെന്ന് പറഞ്ഞ് മാപ്പ് കാണിച്ച് അതേപോലെ തന്നെ ബസ് വരികയും ചെയ്തു. ബസ്സിൽ കയറുന്നതിന് മുമ്പ് ഇത് വാലിഡേറ്റ് ചെയ്യണം, നമ്മുടെ പാസ്, എന്നാലേ കയറാൻ പറ്റുള്ളൂ. മുമ്പിൽ കൂടെ കയറുള്ളൂ അല്ലേ. ലെറ്റ്സ് ഗോ. അങ്ങനെ ബസ്സിൽ നമ്മൾ പെസ്റ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ബുഡ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാണ്. ഇതാണ് നമ്മുടെ ഇപ്പുറത്ത് ഈ നദിയുടെ ഡന്യൂബ് റിവറിൻ്റെ ഇപ്പുറത്ത് പെസ്റ്റും അപ്പുറത്ത് ബുഡയും. ബുഡ പെസ്റ്റ്. അങ്ങനെ ബസ്സിൽ ഞാൻ ഇവിടെ വന്ന് ഇറങ്ങിയപ്പോഴത്തേക്കിനും സൺസെറ്റിനുള്ള സമയമായി. ഇപ്പം അതാണ് പ്രശ്നം. സമയം ഇപ്പം 3:10 ഉള്ളൂ. 4:30 സൂര്യാസ്തമയമാണ്. അങ്ങനെ ഞാനിവിടെ വന്ന് ഞാൻ ടിക്കറ്റ് എടുത്തു. ഇതാണ് ടിക്കറ്റ്. 3500 ഇവരുടെ പൈസയാണ് ടിക്കറ്റ്. അപ്പോൾ ഇതിൽ കയറി പോകണം. ഈ തണുപ്പത്ത് ഇതിൽ കയറി പോകുന്ന 2 പ്രാന്തന്മാരാണ് നമ്മൾ കാണുന്നത്. ഹായ്, താങ്ക് യു. Oh, okay. So I'll go on the left just because I'm heavier. Okay. So we need to sit just like that. Yeah. Have you been on a ski lift? No. Okay, so just sit down. Yeah, sit down like Okay. that. Oh my God. Okay. And then watch out. Okay. Like this, just watch your legs and you can stand on it. Oh, it's like that. Okay. Yeah. That's perfect. Okay. Sir, do you mind if I put this here? Yeah, no problem. You can. Oh, so this is Peter. So I met him. He was Hello, in the bus. hello. Hi. So is it snowing? Yeah, actually it's snowing. Oh my God. I just randomly came here. I live down the street and I just come here like every 3 or 4 weeks. I love this ride up to the top. It's actually it's the tallest lookout in all of Budapest, and it's when you get up there, it's called the Elizabeth Lookout. Elizabeth Lookout. Yeah. Elizabeth Okay. Lookout. Okay. ഇതെങ്ങനെ പരിപാടി എന്നറിയാമോ? ഇത് കണ്ടോ, നമ്മൾ ഇതിൻ്റെ മേളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, കണ്ടില്ലേ? ഇതിൻ്റെ മേളിൽ ഒരു മലയുണ്ട്. ആ മലയുടെ മേളിലേക്ക് നമ്മൾ കയറി പോവാണ്. നമ്മൾ ഇതിൽ കയറി ഇതിങ്ങനെ ഇരിക്കുന്ന പോലെ ചെയർ ലിഫ്റ്റ് എന്നാണ് പറയുന്നത്. യൂഷ്വലി നമ്മൾ ഇവിടെയുള്ള ആളുകൾ സ്കീയിങ്ങിനൊക്കെ പോകുമല്ലോ. സ്കീയിങ്ങിനൊക്കെ പോകുമ്പോഴത്തേക്കിനും നമുക്ക് ആ മൗണ്ടൻസിൻ്റെ ഭാഗത്തേക്ക് സ്കീയിങ്ങിന് പോകാനായിട്ട്, അവിടെ നിന്ന് അടുത്ത മലയിലൊക്കെ പോകാനായിട്ട് ഇതുപോലത്തെ ചെയർ ലിഫ്റ്റ് പരിപാടികളുണ്ടാവും. സോ ഇതിലാണ് ആളുകൾ പോകുന്നത്. അതാണ് ബേസിക്കലി സംഭവം. അപ്രീഷിയേറ്റ്, താങ്ക് യു. സോ അതാണ് സംഭവം. അപ്പോൾ ഇതിപ്പോൾ നമ്മളിവിടെ സ്കീയിങ് ഒന്നും ഇല്ല, പക്ഷേ നമ്മളിവിടെ ഇതിൻ്റെ മേളിലേക്ക് നമ്മൾ പോകും. ഞാൻ കാണിച്ചത് ഇതെങ്ങനെയാണ് ഞാൻ ഇരിക്കുന്നതെന്നുള്ളത്. ഇത് കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ പോകുന്നത്. കണ്ടോ, ഇതിൻ്റെ പരിപാടി കണ്ടോ, പറന്ന് പോകുന്ന കസേരയിൽ. ഇത് കുറച്ചും കൂടെ സ്പീഡ് ഉണ്ടായിരുന്ന അടിപൊളിയായിരുന്നു. Hello India. Yes. Hi India. Hi, India. Nice peace and love to all of you. I just bought a book about Hinduism. I'm going to read that. Oh, really? Yeah. Okay. Is that something that No, you practice? no. Yeah, I'm a Hindu. Yeah. Hindu? Yeah. So Hare Krishna, I learned that phrase. Okay. Hare Krishna. Okay. I'm very interested about what the book will be about. Because Okay. I'm very getting into these spiritual kind of things and like meditating and stuff. How about you? Are you? I'm not that into it. I mean, not that into it. So like, I go to temples. I do believe in God. I do believe in karma. See, this is how friendships start. Just from one moment to the next, you just bump into someone, and you instantly connect. We're from across the world. You were talking to the driver, like you were talking a lot to the driver, right? Yeah, the bus driver. Yeah, because I waved for him to stop because I wasn't at the bus stop in time. Okay. So I was like, I felt like, I should talk to him, and I was saying thank you for waiting. And I was you know what I was asking him actually? Exactly what you asked me is, when do they come most often? Because I like to come when there's less people. Okay. Because it's more Now free. it's like everybody is coming down. Like nobody's going up now. Yeah, It's these are just the first people people. we've seen actually. So Yeah. one time I came up here. This is like my meditation zone actually, because like I came up, I brought a journal, and I was drawing this scene of us going up, and I sent it to ChatGPT,
and it said, "Oh, you have clearly depicted like a scene of, and you have the depth perspective right and stuff." So it was cool. Okay. എൻ്റെ പൊന്നെ പ്രാന്തന്മാര് ഇവര് ഇതിൻ്റെ മേളിൽ നിന്ന് സൈക്കിള് ചവിട്ടിയിട്ട് ഇതിൻ്റെ താഴേക്ക് പോകുന്നു. ഇതാണ് പ്രാന്തന്മാരെന്ന് പറയുന്നത്. Just so you don't hurt your ankle. Okay, so ഇറങ്ങലാണ് പണി. And then put and then put one leg and then the other. Okay, yeah, done. ഇതിൻ്റെ മേളിൽ നിന്ന് ഇറങ്ങലും കയറലൊക്കെയാണ് പണി. Yeah. ഞങ്ങളങ്ങനെ മേളി വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനോട് ഒരു കാര്യം മനസ്സിലായത് ഇവർ 3:30 അടയ്ക്കും. അപ്പോൾ വന്നിട്ട് ഇത് തിരിച്ചു പോകാൻ ഇനി പറ്റുള്ളൂ. ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, ഇവിടെ ഒരു കിട്ടില്ല വ്യൂ കിട്ടുന്നൊരു സ്ഥലമുണ്ട്. സോ വി ആർ ആക്ച്വലി മിസ്സിങ് ദാറ്റ്. അവിടേക്ക് ചെറിയ രീതിയിലൊരു 10-15 മിനിറ്റ് നടക്കണം, ഹൈക്ക് ചെയ്ത് അതിൻ്റെ മേളിൽ പോകണം. Let's walk down. Let's go up there. No. I cannot walk down this. I cannot. ഇവൻ പറയുന്നത് നമുക്ക് അവിടെ പോയിട്ട് വരാം, അതിന് തിരിച്ച് നടന്നു പോകാം. There's a bus. No, I can't go down. From here? Yeah, it's a 10-minute walk away. It's okay. Like if you want, you can go. Like I have to go down. I don't want. I'm running short of time. That's a problem. Okay, you're gonna miss some good content. I know that. It's okay. Fine. ഫസ്റ്റ് എന്താ അറിയോ, അങ്ങോട്ട് പോയി കഴിഞ്ഞാലേ നമുക്ക് ഇവരിപ്പോൾ ഇത് അടയ്ക്കും എന്നാണ് പ്രശ്നം. 3:30 ലാസ്റ്റ് എന്ന് പറയുന്നത്. സോ ദേ വിൽ ക്ലോസ്. ഓക്കെ, താങ്ക് യു. അങ്ങനെ ഞങ്ങൾ വീണ്ടും അതിൽ കയറി. ഇനിയിപ്പോൾ നമുക്ക് താഴേക്ക് ഇറങ്ങുമ്പോഴത്തേക്കിനും നമുക്ക് നല്ലൊരു വ്യൂ കിട്ടും. ആക്ച്വലി ഇപ്പോൾ സൺസെറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഭയങ്കര മിസ്സിംഗ്. ഒന്ന് ആലോചിച്ച് ഇതിനകത്തൂടെ താഴേക്ക് നടന്നിറങ്ങി പോകുന്ന അവസ്ഥ എന്തായിരിക്കും എന്ന് അയ്യോ എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. സോ ഞങ്ങൾ താഴെ പോകുന്നു ഗായ്സ്. നോക്കൂ, ദേ നമ്മൾ താഴേക്ക് പോകുന്നു, കണ്ടില്ലേ? ശരിക്കും അവിടെ പോയിട്ട് നല്ലൊരു കിട്ടിയ വ്യൂ ആയിരുന്നു, പക്ഷേ മിസ് ചെയ്തു. സാരമില്ല. പക്ഷേ ഇവിടെ നിന്നുള്ള വ്യൂ നമുക്കിങ്ങനെ താഴോട്ട് കണ്ടു പോകാം. അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അവിടെ മേളിൽ നിന്ന് കഴിഞ്ഞാൽ കുറേ നമുക്ക് സ്ലോവാക്യ വരെ കാണാമെന്നാണ് പുള്ളി പറഞ്ഞത്, പക്ഷേ മിസ് ചെയ്തു. സാരമില്ല. ഞാനിവിടെ തണുത്ത് വരച്ചിരിക്കുക, എൻ്റെ മുഖമൊക്കെ ഐസായി. തണുപ്പ് മൂക്കിൽ നിന്നൊക്കെ വെള്ളം വരുന്നു, മൂക്കിൽ നിന്നും കണ്ണിൽ നിന്നും എല്ലാം വെള്ളം വരുന്നു, അതുപോലെ തണുത്ത് കുറച്ചിരിക്കുക. അയ്യോ, ഇത് ഞാൻ രാവിലെ വല്ലതും വരണമായിരുന്നു, അല്ലെങ്കിൽ ഇത് സമ്മറി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഗ്ലൗസ് ഇട്ടിട്ടും കൈ തണുക്കുന്നു. ഇവിടെ ഒരു വീട് കണ്ടോ? ഒരു വീടാണെന്ന് തോന്നുന്നു. ദിസ് ഹൗസ് ഈസ് റിയലി ഗുഡ്, ബട്ട് ദേ ഡോണ്ട് ഹാവ് എ പ്രൈവസി. ലൈക്ക് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക എല്ലാവരുടെ വീടിൻ്റെ മുമ്പിൽ കൂടെ. അല്ല, മുമ്പിലല്ല, ബാക്കാണ്, പുറകിൽ കൂടെ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇറങ്ങാറായി. ഇറങ്ങുമ്പോഴാണ് പണി. ഇത് കണ്ട മരങ്ങളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മുറിച്ച് കളഞ്ഞിട്ടില്ല മൊത്തത്തിൽ, അതിൻ്റെ ശിഖരങ്ങൾ മാത്രം ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് കൊള്ളാട്ടോ പരിപാടി. നമുക്കിനി ഇറങ്ങണ്ടേ? ഇറങ്ങാനുള്ള പരിപാടി എങ്ങനെയാണെന്നറിയോ? ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ഞാൻ ഈ ക്യാമറ ഇതിലൂടെ എടുക്കട്ടെ, കാരണം നമുക്കിത് പൊക്കണം. ഇത് പൊക്കിയാൽ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. ഓക്കെ, യെസ്, അത് പൊക്കുക. എന്നിട്ട് ഇവിടെ വരുമ്പോഴത്തേക്കിനും ചാടി ഇറങ്ങുക. ഇങ്ങനെയാണ് പരിപാടി. യെസ്. വിറച്ച്, എൻ്റെ പൊന്നെ, വിറച്ചെന്ന് പറഞ്ഞാൽ തണുത്ത് വിറച്ച് മരവിച്ച് ഒരു പരുവായി കിട്ടി. ഓ മൈ ഗോഡ്. ഈ മനുഷ്യരുണ്ടായിരുന്നതുകൊണ്ട് കുറേ നേരം സംസാരിച്ചിരുന്നു, ഇല്ലായിരുന്നുണ്ടെ ബോറടിച്ചാണ്. നമ്മൾ അതിൻ്റെ മേളിൽ പോയിട്ട് തിരിച്ച് താഴെ വന്നപ്പോഴത്തേക്കിനും നമുക്ക് തിരിച്ച് പോകാനുള്ള ബസ് വന്നു. ഇവിടെ നിന്ന് 20 മിനിറ്റിലും നമുക്ക് സിറ്റിയിലേക്ക് പോകാനായിട്ട് ബസ് കിട്ടും. അപ്പോൾ നമ്മൾ വന്ന ആൾക്കാരൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തിരിച്ച് പോകാനായിട്ട് ബസ് വന്നു. സ്കാൻ ചെയ്യുന്നു. കുറേ പോയിരിക്കുക അല്ലേ? ഇവിടെ കുറേ ആൾക്കാരുണ്ടാവും. ഇവരൊക്കെ ദുബായിൽ നിന്ന് വന്ന ആൾക്കാരാണ്. ദുബായ്. ആ ഒരു തണുപ്പത്തന്നേ ഇതിനകത്ത് വന്ന് കയറി ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്ത് സുഖമാണെന്നറിയോ? ചൂടെടുത്തിരിക്കുന്ന അടിപൊളി. തണുത്ത് വിറച്ച് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാന്നറിയില്ല. ഓൾറെഡി പുറത്ത് -2 or 3 കണ്ട ആ കാറ്റത്ത്, ആ തണുപ്പത്ത്, അയ്യോ അമ്പലടങ്ങളിൽ മതി. അയ്യോ, അങ്ങനെ നമ്മൾ തിരിച്ച് കയറിയ സ്ഥലത്ത് തന്നെ ബസ്സിൽ വന്നിറങ്ങി. ഇനിയിപ്പം സൺസെറ്റ് ആയില്ലേ, അപ്പോൾ ഇനി നമുക്ക് സൺസെറ്റ് ക്രൂയിസിന് പോകാനുള്ള സമയമായി. അപ്പോൾ ഇവിടെ നിന്ന് വീണ്ടും ഒരു ട്രാം എടുത്തിട്ട് നമുക്ക് ഇൻ്റർ കോണ്ടിനെൻ്റൽ ഹോട്ടലിൻ്റെ മുമ്പിൽ പോയി ഇറങ്ങണം. ഫുൾ പ്ലാനിങ് ആണ് ഇന്നത്തെ ട്രിപ്പ്. വീണ്ടും നമ്മുടെ യെല്ലോ ട്രാം. അയ്യോ തണുപ്പാണേ. ബസ്സിലാണെങ്കിൽ ഹീറ്റിംഗ് ഉണ്ടായിരുന്നു, ഇതിനകത്ത് ഹീറ്റിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. തണുത്തിട്ട് വയ്യ. അങ്ങനെ ഞാനവിടെ ഇൻ്റർ കോണ്ടിനെൻ്റൽ ഹോട്ടലിൻ്റെ മുമ്പിലെത്തി. ഇൻ്റർ കോണ്ടിനെൻ്റൽ എന്ന് പറയുന്നത് ഈ കാണുന്ന ഹോട്ടലാണ്. അപ്പോൾ ഇവിടെ എവിടെയുള്ള ഈ കാണുന്ന ഏതോ ഒരു ജെട്ടിയിൽ നിന്നാണ് നമുക്ക് ബോട്ടിൽ പോകേണ്ടത്. ഇൻ്റർ കോണ്ടിനെൻ്റൽ എന്ന് പറയുന്നത് ഒരു 5 star ഹോട്ടലാണ്. ഞാൻ നോക്കിയതോ, ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. ഞാൻ നോക്കാൻ താമസിക്കാനല്ല, വെറുതെ ചുമ്മാ നോക്കാമല്ലോ. നോക്കുന്നതിന് ഇപ്പം എന്തെങ്കിലും നഷ്ടമുണ്ടോ? ഇല്ലല്ലോ. ഇവിടെ ഒരു പുള്ളി നിൽപ്പുണ്ട്. ഇതിങ്ങനെയുള്ള കുറേ സ്റ്റാച്യൂസ് ഉണ്ട് കേട്ടോ. ഇവിടെ സ്റ്റാച്യൂകളുടെ ഒരു നഗരം കൂടിയാണിത്. ഒറിജിനലാണോ? അല്ലല്ലോ, അല്ല, ഡ്യൂപ്ലിക്കേറ്റാ. ആ ട്രാം പോകുന്ന ആ ഒരു ട്രാക്കിൻ്റെ
അടിയിൽ കൂടി ഒരു സ്റ്റെപ്പുണ്ട് അപ്പുറത്തേക്ക് പോകാനായിട്ട്. ഇതിലൂടെ പോയിട്ട് നമുക്ക് ഇവിടെ എവിടെയോ ആണ് നമ്മുടെ പോയി നോക്കട്ടെ. ലൈറ്റൊക്കെ വീണ് തുടങ്ങി എല്ലായിടത്തും കണ്ടോ. ഇതൊരു ബോട്ട് റെസ്റ്റോറൻ്റ് ആണ്. ഇങ്ങനെയുള്ള കുറേ ബോട്ട് റെസ്റ്റോറൻറ്റുകൾ ഇവിടെ ഉണ്ട്. ഇത് മൂവിങ് ബോട്ടല്ല, ഇങ്ങനെ തന്നെ നിൽക്കുന്ന സംഭവമാണ്. റെസ്റ്റോറൻറ്റ് ആൻഡ് ലൗഞ്ച് ഇവിടെയാണെന്ന് തോന്നുന്നു. ഹായ്, Number 6 that way. 6. ഓക്കെ, താങ്ക് യു. 6 അങ്ങോട്ട് പോകാൻ പറഞ്ഞു. എല്ലാ നഗരത്തിൻ്റെ അവിടെയും ഒരു നദി ഉണ്ടാവും. ആ നദിയിലെല്ലാം ടിക്കറ്റ് കൊടുത്ത് ഇതേപോലെ ബോട്ടെടുത്ത് പോകാൻ പറ്റുന്ന സംഭവങ്ങളുണ്ടാവും. നമ്മൾ ലണ്ടൻ നദിയിൽ പോകുമ്പോഴത്തേക്കിനും ലണ്ടനിൽ അടുത്തിട്ട് ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് എനിക്ക് അറിയത്തില്ല. ലണ്ടനിൽ പോകുമ്പോൾ നമ്മൾ അവിടെ ക്രൂസ് ചെയ്യത്തില്ലേ, അതേപോലെ തന്നെ എല്ലായിടത്തും ഉണ്ട് ക്രൂസും പരിപാടികളൊക്കെ. നമ്മുടെ കൊച്ചി കായലില്ലേ നമുക്ക് ക്രൂസ് ഇല്ലേ, അതേപോലെ തന്നെ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് ഓഫീസ്. ഇവിടെ എവിടെയോ എൻ്റെ ബോട്ട് ഏതെങ്കിലും നിമിഷങ്ങൾക്കുള്ളിൽ വരും. ഡനൂബ് റിവറിൽ ഇറങ്ങാം കേട്ടോ, സ്റ്റെപ്പൊക്കെ ഉണ്ട് ഇവിടെ. ഇതാണ് നമ്മുടെ ബോട്ട്, ഡൂണ കോർസോ സൈറ്റ് സീയിങ് ബോട്ട്. ഓരോ മണിക്കൂറിലും, അതായത് 5 മണി 6 മണി 7 മണി അങ്ങനെ ഓരോ മണിക്കൂറിലും ഇവിടെ നിന്ന് ബോട്ടുകളുണ്ട്. സോ നമുക്കിവിടെ നിൽക്കാം. Yes, ഓക്കെ, താങ്ക് യു. ഇവിടെ വന്നാൽ മതി. തിരക്കാണല്ലോ, അടിപൊളി. സോ നമുക്കിവിടെ പുറകെ നിൽക്കാം. ബുദാപെസ്റ്റ് നഗരം രാത്രിയാട്ടോ കാണാൻ ഭംഗി എന്ന് പറയുന്നത്. നമ്മൾ പോയ ബുഡ ക്യാസിലൊക്കെ രാത്രി എന്ത് ഭംഗിയാണ് കാണാൻ. പകലത്ര വലിയ ഭംഗിയൊന്നുമില്ല, അവിടെ അടുത്ത് ചെന്നാൽ ഞാൻ അടുത്ത് കാലുമ്പോൾ കാണാൻ ഒരു ഭംഗിയില്ല. പക്ഷേ രാത്രി പോകുമ്പോഴത്തേക്കും ഭയങ്കര ഭംഗിയാണ് കാണാൻ. രാത്രിയിൽ ലൈറ്റൊക്കെ ചെയ്ത് കെട്ട് എന്ത് രസമെന്നറിയാമോ. അങ്ങനെ സമയം ആയി, നമ്മുടെ ബോട്ടിലേക്ക് ആളുകളെ കയറ്റി തുടങ്ങി. ആരും അടിയൊന്നും ഉണ്ടാക്കാതെ ക്യൂ നിന്ന് ക്ഷമയോടുകൂടി ബോട്ടിലേക്ക് കയറുകയാണ്. രാത്രിയാണ് നമ്മൾ ക്രൂസ് എപ്പോഴും ചെയ്യേണ്ടത്. പകല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം, പക്ഷെ എന്നാലും രാത്രി ആകുമ്പോഴത്തേക്കിനും ആ ലൈറ്റൊക്കെ ഇട്ട് അതിൻ്റെ ഭംഗിയുണ്ടല്ലോ. അത് പല സ്ഥലങ്ങളുടെ, അത് എവിടെയാണെങ്കിലും അത് വേറെ ലെവലായിരിക്കും. ഇത് ഡിന്നർ ക്രൂസിൻ്റെ ബോട്ടാണെന്ന് തോന്നുന്നു. ഇതിനകത്ത് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്, ബാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അപ്പുറത്തെ ബോട്ടിലാണ് കയറുന്നത്. ഇതാണ് നമ്മുടെ ബോട്ട്. ഇതിനകത്തും ബാറുണ്ട്, പിന്നെ കുറേ കസേരകളുണ്ട്, എവിടെ വേണമെങ്കിലും ഇരിക്കാം. ഇരുന്നിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോകാം. അതാണ് സംഭവം. അങ്ങനെ നമ്മുടെ ക്രൂസ് ആരംഭിച്ചു. തണുപ്പായതുകൊണ്ട് മേളിൽ പോയി നിൽക്കലൊക്കെ കണക്കായിരിക്കും. അകത്തിരുന്ന് കാണാം. അകത്തിങ്ങനെ കസേരയൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഞാനിവിടെ കസേരയൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ, നോക്കാം ഇങ്ങനെ പരിപാടി. ലൈറ്റൊക്കെ ഓഫായോ? രാത്രിയിൽ ലൈറ്റ് ഓഫ് ചെയ്താൽ മാത്രമല്ലേ നമുക്ക് പുറത്തെ കാഴ്ചകൾ വ്യക്തമായിട്ട് കാണുള്ളൂ. ഇല്ലെങ്കിൽ ഇങ്ങനെ റിഫ്ലക്ഷൻ ആയിരിക്കത്തില്ലേ ഗ്ലാസ്സിലൂടെ. പുറത്ത് നിന്നാലേ എന്തെങ്കിലും വിഷ്വൽ കിട്ടുള്ളൂ. തണുപ്പാന്ന് കരുതി അകത്ത് കയറി നിന്നിട്ട് ഒരു കാര്യവുമില്ല. ഇന്നലെ കണ്ട നമ്മുടെ ആ ഒരു ബുഡാപെസ്റ്റ് കാസിലാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബുഡ കാസിൽ എന്നാണ് പേര്. ബുഡാപെസ്റ്റ് അല്ല, ബുഡ കാസിൽ. ഈ റിവറിൻ്റെ ആ ഒരു കാസിലിരിക്കുന്ന ഭാഗമാണ് ബുഡ എന്ന് പറയുന്നത്. ബുഡ എന്ന് പറഞ്ഞ ഏരിയ. റിവറിൻ്റെ ഇപ്പുറത്തെ സ്ഥലം എന്ന് പറയുന്നത് പെസ്റ്റ്. അങ്ങനെയാണ് ബുദാപെസ്റ്റ് ആയത്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലേ അതൊക്കെ. ഈ കാണുന്നത് നമ്മുടെ ചെച്ചേനി ചെയിൻ ബ്രിഡ്ജ് എന്ന് പറയുന്ന ആ ഒരു ബ്രിഡ്ജ്. വളരെ മനോഹരമായിട്ടുള്ളൊരു ബ്രിഡ്ജാണിത്. ഈ ബ്രിഡ്ജാണ് നമ്മുടെ ഈ ഒരു ഡന്യൂബ് നദിയുടെ മുകളിലൂടെ ആദ്യമായിട്ട് ഹംഗറിയിൽ നിർമ്മിച്ച ഒരു ബ്രിഡ്ജ്. ആ ഒരു ഭയങ്കര ഹിസ്റ്റോറിക് ബ്രിഡ്ജാണത്. അകത്തിങ്ങനെ ഓരോരോ സ്ഥലങ്ങളെ പറ്റിയുള്ള വിവരണം ഇംഗ്ലീഷിലും പല ഭാഷകളിലും ഇങ്ങനെ അനൗൺസ്മെൻറ്റും പരിപാടികളൊക്കെ ഉണ്ട് അകത്ത്. 2 ചെറുത് കഴിക്കുന്നവർക്ക് അകത്തിരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പും ഉണ്ട്. എല്ലാ പരിപാടിയും ഉണ്ട് കേട്ടോ. അത് സംഭവം അടിപൊളിയാണ്, കൊള്ളാം. ഞാൻ ശരിക്കും പൊതുവെ ഈ ഒരു റിവർ ക്രൂയിസ് ചെയ്യുന്നതിൻ്റെ വലിയൊരു ഫാനൊന്നുമല്ല. എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു കാര്യമാണ്, പ്രത്യേകിച്ച് ഒറ്റയ്ക്കൊക്കെ റിവർ ക്രൂയിസ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ ഈ ബുഡാപെസ്റ്റിലെ റിവർ ക്രൂയിസ് എന്ന് പറയുന്നത് ദിസ് ഈസ് സംതിങ് എന്താ പറയുക, വർത്ത്. അതായത് നമുക്ക് ഈ രാത്രി ഈ ഒരു നഗരം കാണാൻ ഭയങ്കര ഭംഗിയാണ്. അത് കണ്ട് എക്സ്പീരിയൻസ് ചെയ്തേ പറ്റുള്ളൂ. വൺസ് ഇൻ എ ലൈഫ് ടൈം ആണത്. അപ്പോൾ നമ്മൾ ആ ചെസ്നി ബ്രിഡ്ജിൻ്റെ അടിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേക്കിനും നമുക്ക് ആ ഫിഷർമാൻസ് ബാസ്റ്റിയനും പിന്നെ മനോഹരമായിട്ടുള്ള ആ ഒരു ചർച്ചും ഒക്കെ അവിടെ കാണാം. സമയം ഇപ്പോൾ 5 മണിയായതേ ഉള്ളൂ. ഇരുട്ടി 4:30 ആകുമ്പോൾ ഇരുട്ടും. നമുക്ക് പകല് വളരെ കുറവാണ്. അതുകൊണ്ട് രാവിലെ ഇറങ്ങണം. രാവിലെ ഇറങ്ങി നേരം വെളുക്കുമ്പോൾ തന്നെ ഇറങ്ങി പുറത്ത് മാക്സിമം കറങ്ങിയാൽ മാത്രമേ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ, പകൽ ദൃശ്യങ്ങളൊക്കെ. ആ കാണുന്നതാണ് നമ്മുടെ ഫിഷർമാൻസ് ബാസ്റ്റിയനും അതിൻ്റെ പുറകിലുള്ള മനോഹരമായിട്ടുള്ള ഒരു പള്ളിയും. ഒരു പ്രത്യേക ഭംഗിയാണ്. ഇനി നമുക്ക് വലതുവശത്ത് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഹംഗേറിയൻ പാർലമെൻറ്റ്. യെസ്, ഇതാണ് ഇവിടുത്തെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ബിൽഡിംഗ് അറ്റ് നൈറ്റ്. ശരിക്കും ഒരു സ്വർണ്ണ കൊട്ടാരം പോലില്ലേ, ഒരു സ്വർണ്ണ മഹൽ എന്നൊക്കെ പറയുന്ന പോലെ അതിമനോഹരമായിട്ടുള്ളൊരു സ്വർണ്ണ കൊട്ടാരം പോലെ ഇരിക്കുന്നു ഹംഗറിയുടെ പാർലമെന്റ് മന്ദിരം രാത്രിയിൽ കാണാനായിട്ട്. ഇത് പകല് കാണാനും ഭംഗിയാണ്, പക്ഷെ ഇത് രാത്രിയിൽ കാണാനാണ് ഒടുക്കത്തെ ഭംഗി.
ഈ ഒരു പാർലമെന്റ് മന്ദിരത്തിന്റെ നല്ലൊരു വ്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബോട്ടിംഗ് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. ഈ ഒരു ക്രൂസ് ധനൂപ് റിവറിൽ കൂടെ പോയാൽ മാത്രമേ പറ്റുള്ളൂ. എന്നാലേ അതിന്റെ കറക്റ്റ് നല്ലൊരു വ്യൂ നമുക്ക് കിട്ടുള്ളൂ. ഇത് ഭംഗിയല്ലേ ഇത്? ഒരു നിയോ ഗോത്തിക് സ്റ്റൈലില്, നിയോ ഗോത്തിക് ആർക്കിടെക്ചറിൽ നിർമ്മിച്ച ഇവരുടെ അതിമനോഹരമായിട്ടുള്ള പാർലമെന്റ് മന്ദിരം. അത് രാത്രിയിൽ കാണാൻ പ്രത്യേക ഭംഗിയാണ്. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ഇതിനെപ്പറ്റിയൊക്കെ പറഞ്ഞിരുന്നു. ഇതിന്റെ പകൽ കാഴ്ചകളും അതേപോലെ ഇതിന്റെ പുറകുവശത്തൂടെയൊക്കെ നടന്നും അകത്ത് കയറിയില്ലായിരുന്നു, മറ്റുമൊക്കെ ഞാൻ വിശദമായിട്ടുള്ള വിവരങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഇന്നലത്തെ വീഡിയോ കാണാത്തവർ കാണുക. ഇതിന്റെ ഒരു രാത്രി ദൃശ്യം ഇവിടെ ബുഡാപെസ്റ്റിൽ വന്നിട്ട് എടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര നഷ്ടമുള്ളൊരു കാര്യമാണ്. സോ അതിനുവേണ്ടിയാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു റിവർ ക്രൂസ് ഞാൻ എടുത്തത്. ഇത് രസമല്ലേ? എന്റെ ഒരൊറ്റ ഫ്രെയിമിൽ കിട്ടുന്നില്ല ഇതിപ്പോഴും. ആ ഡന്യൂബ് നദിയുടെ തീരത്ത് ഇങ്ങനെ നിൽക്കുകയാണ് തലയെടുപ്പോടുകൂടി അല്ലേ. പുറത്ത് നിന്ന് തണുത്ത് വിറച്ച് ഇവിടെ അകത്ത് എല്ലാരും കൂടെ ഇങ്ങനെ വന്നിരിക്കുകയാണ്. ഞാനിവിടെ അകത്ത് വന്നത് ഈ ഹീറ്ററിനടുത്ത് വന്നിരിക്കുക. അയ്യോ മടുത്ത്. എല്ലാവർക്കും ഇരുന്ന് മതിയായി കേട്ടോ. ആരും മര്യാദയ്ക്കൊന്നും എൻജോയ് ചെയ്തിട്ടില്ല. എല്ലാവരും പുറത്തിറങ്ങാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ്. അതുപോലെ മടുത്ത് എല്ലാവർക്കും. നല്ല ബോറൻ ക്രൂസ് ആയിരുന്നു. പക്ഷെ അങ്ങനെയല്ല, കാഴ്ചകളൊക്കെ കണ്ടു. പക്ഷേ എന്താ പറയാ, ഒരു ഗുമ്മില്ലായിരുന്നു. തിരിച്ച് ഹോട്ടലിൽ പോകണം. അയ്യോ തണുത്ത് വിറച്ചിട്ട് അയ്യേ, വീണ്ടും ട്രാമിൽ കയറി പോണേ. അപ്പോൾ ഗുഡ് ബൈ ട്രാം. ഇവിടുത്തെ ട്രാം, ഞാൻ ഇവിടുത്തെ ട്രാമുമായിട്ട് ഭയങ്കര സ്നേഹത്തിലായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമായിരുന്നു ഇവിടുത്തെ ട്രാം. അടിപൊളിയല്ലായിരുന്നോ? ക്യൂട്ടാണ്, ക്യൂട്ട്. ഓ മൈ ഗോഡ്, അങ്ങനെ തിരിച്ചു വന്നു. പുറത്തെന്ത് തണുപ്പാന്നറിയോ എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ ഞാൻ വരുന്ന വഴിക്ക് ഫുഡ് വാങ്ങിച്ച് പിന്നെ ഒരു ഏഷ്യൻ സ്റ്റോർ കണ്ട്. ഏഷ്യൻ സ്റ്റോറിൽ നിന്ന് 1-2 സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞാൻ കാണിച്ചു തരാം. എന്താണെന്നല്ലേ, നമ്മൾ ചൈനയിൽ പോയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഭയങ്കര അടിപൊളി ഒരു സാധനമാണിത്. ഗാർലിക് ഗ്രീൻ പീസ്. ഓഹ് എന്ത് ടേസ്റ്റാണെന്നറിയോ. ഞാൻ 2 വാങ്ങിച്ച് നമുക്ക് സ്നാക്സായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ വരുന്ന വഴി ഒരു ഏഷ്യൻ സ്റ്റോർ കണ്ടാണ്. അപ്പം ഞാൻ അവിടെ കയറി നോക്കിയപ്പോൾ അവിടെ ഇന്ത്യൻ പിക്കിളും അച്ചാറും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനൊരു ബോക്സ് മറ്റേ ഇത് വാങ്ങിച്ചു, ചിക്കനും വെജിറ്റബിൾസും എല്ലാം കൂടെ. പിന്നെ നമുക്ക് എപ്പോൾ എവിടെ പോയാലും കഴിക്കാൻ ഈ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് എന്തും കഴിക്കാം, ടബാസ്കോ സോസ്. അപ്പോൾ ഇത് വാങ്ങിച്ച് ബാഗിൽ വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം അവിടെ ഇരുന്നോളും. അപ്പോൾ അതാണ് പരിപാടി. നാളെ രാവിലെ ഷംജിത് ഭായി വരും. 2 ദിവസം ഷംജിത് ഭായി എൻ്റെ കൂടെ ഉണ്ടാവും. എന്നോട് പറഞ്ഞായിരുന്നു, നിനക്ക് എവിടെയെങ്കിലും വെച്ച് ബോറടിക്കുകയാണെങ്കിൽ, നിനക്ക് ലോൺലിനെസ് തോന്നുകയാണെങ്കിൽ, ഒറ്റപ്പെടൽ തോന്നുകയാണെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ പറന്ന് വരാമെന്ന് പറഞ്ഞായിരുന്നു. പുള്ളി ലണ്ടനിലാണല്ലോ. അപ്പോൾ അവിടെ നിന്ന് ചെറിയ പൈസ 40 പൗണ്ടിന് ടിക്കറ്റ് എടുത്തിട്ട് യൂറോപ്പിൽ എവിടെ വേണമെങ്കിലും നമുക്ക് വിസയിലൊക്കെ പോകാൻ പറ്റും. റയാനെയറും വിസയിലൊക്കെ ഉണ്ട്. ഭയങ്കര ചീപ്പാണ് ഇവിടെ. നമ്മുടെ ഇന്ത്യയിലാണ് ഡൊമസ്റ്റിക് യാത്രയൊക്കെ, ഡൊമസ്റ്റിക് ഇൻ്റർനാഷണൽ എല്ലാം ഭയങ്കര എക്സ്പെൻസീവാണ്. യൂറോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര അഫോർഡബിളായിട്ട് നമുക്ക് ഫ്ലൈറ്റ് യാത്രയൊക്കെ ചെയ്യാൻ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ പറ്റും. അപ്പോൾ ഹി വിൽ കം ടുമോറോ. ബാക്കി നാളെ. അപ്പോൾ നെക്സ്റ്റ് ഡേ നമ്മൾ ചെക്കൗട്ട് ചെയ്തു. ബാഗ് താഴെ വെച്ചിട്ട് നമുക്ക് എയർപോർട്ടിൽ പോകണം. ഷംജിത് ഭായി വരുന്നുണ്ട്. ഷംജിത് ഭായിനെ അവിടെ നിന്ന് പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ തെർമൽ ബാത്തിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് എ പ്ലാൻ. യെസ്, ബാഗ് ഇവിടെ വെച്ചിട്ട് പോകാം. ഇവിടുന്ന് 40 മിനിറ്റ് കൊണ്ട് എയർപോർട്ടിലെത്താം. ഞാനിപ്പോൾ ഉള്ള സ്ഥലത്ത് നിന്ന് ഒരു മെട്രോ എടുത്തിട്ട് പിന്നെ എയർപോർട്ടിലേക്കുള്ളൊരു ബസ് കയറണം. അതാണ് പരിപാടി. ഇന്നും ഭയങ്കര തണുപ്പാണ്. തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റ് ഒരു രക്ഷയില്ല. ഇന്നലെ പുറത്തായിരുന്നു കംപ്ലീറ്റ്. ഇന്നലെ ഫുൾ പുറത്താണെന്ന് എനിക്കറിയത്തില്ല. തണുപ്പടിച്ച് എനിക്ക് ചെറിയൊരു തൊണ്ടവേദനയുണ്ട് ഇന്ന്. സംഭവം ഒന്നും പറയണ്ട. ഇവിടെ മെട്രോ സ്റ്റേഷനിൽ ടിക്കറ്റ് കൗണ്ടറുകളും പരിപാടികളൊന്നും ഇല്ല കേട്ടോ. ഒരു ടിക്കറ്റ് കൗണ്ടറും ഇല്ല. ഞാൻ ഒന്നും കണ്ടില്ല. നമ്മൾ ആ ഫോണിലെ ആപ്പ് വാലിഡേറ്റ് ചെയ്തിട്ട് വേണം താഴേക്ക് ഇറങ്ങിപ്പോകാനായിട്ട്. അങ്ങനെയാണ് പരിപാടി. ബസ്സിൽ കയറി പോകുന്ന പോലെ തന്നെ. അടഞ്ഞ് പോയി. ജസ്റ്റ് അയ്യാ, ഇനി അടുത്ത ട്രെയിൻ വരുന്നവരെ കാത്തു നിൽക്കണം. ഇനി 5 മിനിറ്റ് ഇവിടെ പോസ്റ്റ്. വെരി ഗുഡ്. സോപ്പൊട്ടി പോലെ ഉണ്ടല്ലേ. നല്ല കിടിലൻ ഡിസൈൻ. ഒരു എന്താ പറയുക, ആൻറ്റിക് ഫീല്. ബൂഡാപെസ്റ്റ്. നല്ല കിടിലൻ ഡിസൈനാട്ടോ. തലപ്പേരൊക്കെ നോക്കിയേ. ഡിയാക് ഫ്രഞ്ച് തേർ, അങ്ങനെയാണ് ഇവർ പറയുന്നത്. ഡിയാക് ഫ്രഞ്ച് തേർ. സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി വന്ന് ഇവിടെ ബസ് കിടപ്പുണ്ട്. എയർപോർട്ട് എക്സ്പ്രസ് എന്നും പറഞ്ഞുകൊണ്ട്. എല്ലാം അറ്റപ്പറ്റിയാണല്ലോ, അതിപ്പോൾ പോവും. പോലെ ഇന്ന് എല്ലായിടത്തും ചെക്കിങ് കേട്ടോ. ഇന്ന് എല്ലായിടത്തും ചെക്കിങ് ഉണ്ട്. മെട്രോയിലും ചെക്കിങ് ഉണ്ടായിരുന്നു. ഇവിടെ ബസ്സിലും ചെക്കിങ് ആണ്. ആൾക്കാരൊക്കെ ടിക്കറ്റ് സ്കാൻ ചെയ്തിട്ട് നമ്മളിത് സംഭവം ഇവിടെ കാണിച്ചു കൊടുക്കണം.
Sorry, this one is not valid here. Not valid? No, you need a separate ticket for the one on the How can I take? You can pay by card inside. Okay. I can tap the card? Yes. Okay. So this is not valid in airport bus? No. Okay. Okay. Done? Okay. ഉള്ളു പരിപാടി. അപ്പോൾ നമ്മുടെ മറ്റേ പാസ് ഇതിനകത്ത് വർക്ക് ചെയ്യില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ 2200 ഇവിടുത്തെ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്തു. നമ്മുടെ ബാംഗ്ലൂരിലെ BMTC എയർപോർട്ട് ബസ് അതിൽ നമ്മളെ സാധാരണ പാസ് വർക്ക് ചെയ്യില്ലല്ലോ, അതിൽ യൂസ് ചെയ്യുന്ന വേറെ എന്തോ പാസ് എടുക്കണം, അങ്ങനെ തന്നെയാണല്ലോ. ഇവിടെ 2 എയർപോർട്ടുണ്ട്. ഒന്ന് ഇൻ്റർനാഷണൽ വരുന്നത് ടെർമിനൽ 2-ലാണ്, പിന്നെ ഡൊമസ്റ്റിക് എയർപോർട്ട് വേറെ ഏതോ ഭാഗത്തായിട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് ഈ എയർപോർട്ട് കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഉറക്കം വരത്തില്ല എന്ന് പറയുന്ന അവസ്ഥയാണ് ഇപ്പം. ഇങ്ങനെ കുറേ നാളായി, കുറച്ചാൾ 2-3 ആഴ്ചയായി ഇപ്പം വിമാനം കണ്ടിട്ട്. അപ്പോൾ വിമാനം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, എന്തായാലും എയർപോർട്ടിൽ നിന്ന് കണ്ടിട്ട് വരാം. അങ്ങനെ ഞാൻ ബുഡാപെസ്റ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. 500 രൂപ കേട്ടോ ഈ ബസ്സിന് അവിടെ നിന്ന് ഇവിടെ വരെ വരാനായിട്ട്. 20-25 മിനിറ്റ് യാത്ര ഉണ്ടായിരുന്നുള്ളൂ, വളരെ കംഫർട്ടബിൾ ആയിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ബോർഡ് കണ്ടോ, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് അല്ലേ? അതായത് ബുക്ക് ഓൺലൈൻ ടു സെക്യൂർ യുവർ പാർക്കിംഗ് സ്പേസ്. പാർക്കിംഗ് സ്പേസ് സെക്യൂർ ചെയ്യാൻ വേണ്ടി ബുക്ക് ചെയ്യണമെന്ന്, എന്നാലേ കിട്ടുള്ളൂ എന്ന്. ചില സമയത്ത് തിരക്കൊക്കെ ഉണ്ടാവാം. അപ്പോൾ താഴോട്ട് പോട്ടെ. ഹലോ, ബാ, ഞാൻ നിങ്ങളെ കാത്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാനൊരു ചായ പിടിക്കാൻ വേണ്ടി കയറി. വെൽക്കം. പറയൂ, എന്താ വിശേഷം? ആ, എന്തായാലും ഫ്ലൈറ്റ് കിട്ടിയല്ലോ അല്ലേ? യെസ്, അങ്ങനെ നമ്മൾ തിരിച്ച് വീണ്ടും താഴെ ബസ് കയറാനായിട്ട് ഇവിടെ വന്ന് നിൽക്കുകയാണ്. 5 മിനിറ്റിൽ ഇനി അടുത്ത ബസ് വരും, 100E. യെസ്, അപ്പോൾ നമ്മൾ ഇതിൽ കയറി ടാപ്പ് ചെയ്താൽ മതി. Okay, good. Sit down. Next, please. That's fine. Have a seat. ഇവിടെ ഇരിക്കാം, പുറകെ ഇരിക്കാം. സന്ദീപ് ഭായി, കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? കച്ചവടത്തിനിടയ്ക്ക് സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി 2 ദിവസത്തേക്ക് വന്നതാണ്. വിയന്നയിലല്ലേ മീറ്റിംഗ് ഉള്ളത്? പുള്ളി എൻ്റെ കൂടെ, അവൻ ഇന്നിപ്പോൾ ബുദാപെസ്റ്റ് വന്നല്ലോ. നാളെ അല്ല, ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഇവിടെ നിന്ന് സ്ലോവേക്കിയയിലേക്ക് പോകും. പിന്നെ ഒരു ദിവസം അവിടെ നിന്നിട്ട് അവിടെ ഒരു ദിവസം കാണാനുള്ളേ ഉള്ളൂ. നെക്സ്റ്റ് ഉണ്ടായിരിക്കുമോ? ഞാൻ സംസാരിക്കല്ലേ ഇന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് വിയന്നയ്ക്ക് പോകും. അതായത് ഇവിടുന്ന് 2 മണിക്കൂറേ ഉള്ളൂ സ്ലോവേക്കിയ. അവിടെ നിന്ന് 1/2 മണിക്കൂർ യാത്ര ചെയ്താൽ മതി വിയന്ന. ഇത് നമ്മൾ ഈ എറണാകുളത്ത് നിന്ന് തൃശ്ശൂർ പോയിട്ട് പാലക്കാട് പോകുന്ന പോലെ അത്രയേ ഉള്ളൂ. കുഞ്ഞു രാജ്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ വിയന്നയിൽ നിന്ന് തിരിച്ചു പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ തെർമൽ ബാത്തിലേക്ക് ഇവിടുന്ന് ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ ആ ഒരു സെച്ചേനി തെർമൽ ബാത്ത് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഏകദേശം 115 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച ഒരു പബ്ലിക് ബാത്ത് ഹൗസാണ് ഇത്. യൂറോപ്പിലെ ഏറ്റവും വലിയ തെർമൽ മെഡിസിനൽ ബാത്ത് ഹൗസാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന ഈ ഒരു സെച്ചേനി തെർമൽ ബാത്ത് ഹൗസ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ ആദ്യം വരുമ്പോഴത്തേക്കിനും ബേസിക്കലി ടിക്കറ്റൊക്കെ എടുത്തിട്ട് വരണം. ഓൺലൈൻ ബുക്ക് ചെയ്ത് വരാനുള്ള ഓപ്ഷൻ ഉണ്ട്. തിരക്കുള്ള സമയമാണെങ്കിൽ അങ്ങനെ വരണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കുറേ മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ടി വരും. ഇപ്പോൾ ഇവിടെ വലിയ തിരക്കില്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റ് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് കയറാൻ പറ്റും. യെസ്, നേരത്തെ ബുക്ക് ചെയ്തിട്ട് വരികയാണെങ്കിൽ ക്യൂ നിൽക്കാതെ കയറാം. ഇവിടെ വന്ന് എടുക്കുകയാണെങ്കിൽ ക്യൂ നിന്ന് കയറണം. അങ്ങനെ എന്തൊക്കെയാണ് പരിപാടി. സോ നമുക്ക് ടിക്കറ്റ് എടുക്കാനായിട്ട് ഇവിടെ മെഷീൻസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് ടിക്കറ്റ് എടുക്കാവുന്നേ ഉള്ളൂ. അത് സ്ലോ ആണല്ലോ പ്രിൻറ്റിങ്. ടിക്കറ്റ് എടുത്തു. 2500 രൂപയാണ് ഒരാളുടെ റേറ്റ്. ടാപ്പ് ചെയ്യുക. ഹായ്, യെസ്, താങ്ക് യു. ഇവിടെ കയറി വരുമ്പോൾ നമുക്ക് ഇവിടെ ചെരുപ്പും ടവലും വിൽക്കുന്നൊരു കടയുണ്ട്. അവിടെ നിന്ന് നമുക്ക് ഇത് എന്താ ചെയ്യുക, വാങ്ങണം. നമ്മൾ റെൻ്റ് എടുക്കുന്ന പരിപാടിയൊന്നുമില്ല. ഒന്നുകിൽ നമ്മളിത് കൊണ്ടുവരണം, ഇല്ലെങ്കിൽ നമ്മളിത് വാങ്ങണം. അങ്ങനെയാണ് പരിപാടി. അപ്പോൾ ഇനി ലോക്കർ എവിടെയാണ് സംഭവം? ഇവിടെ ഇങ്ങോട്ടല്ല, ഇവിടെ തന്നെയാണ്. ഇങ്ങോട്ടാണ്, ഇവിടെ താഴെ പോകണം. താഴെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലോക്കറാണ്. മുകളിൽ പ്രൈവറ്റ് ചേഞ്ചിങ് റൂംസ് കിട്ടും, താഴെ നമുക്ക് ലോക്കർ കിട്ടും. അപ്പോൾ ലോക്കർ ഫോർ മെൻ ഇങ്ങോട്ട്, ലോക്കർ ഫോർ വുമൻ അങ്ങോട്ട്, അങ്ങനെയല്ലേ? അല്ല, അത് ലെഫ്റ്റാണ് മെൻ, അല്ല വുമൻ. റൈറ്റാണ് മെൻ. മൊത്തത്തിൽ കൺഫ്യൂസ് ആണല്ലോ. പക്ഷേ ഇവിടെ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം ഉണ്ടല്ലോ. ഇവിടെ നമ്മൾ വരുമ്പോൾ സ്വിം ഷോട്ട് അതായത് നമ്മുടെ സ്വിം ഷോട്ട് കൊണ്ടുവരണം. നമുക്ക് അത് കമ്പൽസറി ആണ്. നമുക്കത് ഇട്ടാൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങേണ്ടി വരും. ഇവിടെ നിന്ന് വാങ്ങണമെങ്കിൽ നല്ല പൈസയാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് ഈ ടവലും ഈ ചെരുപ്പും ഇവിടെ നിന്ന് വാങ്ങിക്കാൻ തന്നെ അത്യാവശ്യം നല്ല പൈസയായി. എല്ലാവരും ഈ കൊടും തണുപ്പത്ത്
തുണിയില്ലാതെ അണ്ടർവെയർ മാത്രം ഇട്ടിട്ട് ഷർട്ട് മാത്രം ഇട്ടിട്ട് വെള്ളത്തിൽ ചാടാൻ വേണ്ടി പോവാണ്. എങ്ങോട്ടാ പോകുന്നത്? ചേഞ്ചിങ് ലോക്കേഴ്സ് ഫോർ മെൻ. ഇതാണ് ആണുങ്ങളുടെ ചേഞ്ചിങ് ലോക്കേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് ലോക്കർ റൂമുകൾ കിട്ടി. ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ലോക്കറുകൾ ഉണ്ടാവും. നമ്മുടെ ഈ തന്നിരിക്കുന്ന റിസ്റ്റ് ബാൻഡ് വെച്ചിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ലോക്കർ ആക്സസ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ അതിനകത്ത് വെക്കാം. എന്നിട്ട് നമ്മൾ തുണിയെല്ലാം മാറി സ്വിം സ്യൂട്ട് ഇട്ടിട്ട് അല്ലെങ്കിൽ പൂൾ ഡ്രസ്സോ എന്താണെന്ന് വെച്ചാൽ കൊണ്ടുവന്നിരിക്കുന്ന ഇട്ടിട്ട് പുറത്തേക്ക് പോകണം. അതാണ് പരിപാടി. അങ്ങനെ നമ്മൾ തെർമൽ ബാത്തിൽ പോകാൻ പോവുകയാണ്. ഇങ്ങനെ ഇവിടെ തുണി ഇല്ലാതാണല്ലോ എല്ലാവരും മാറിക്കൊണ്ടിരിക്കുന്നത്. ഫുൾ ചൂട്. ആദ്യം കുളിക്കണം അല്ലേ? എന്റെ അമ്മയെ, ഇതെന്താ ഇത്? തണുപ്പ്, കൊടും തണുപ്പ്. കൊടും തണുപ്പ്. നോക്കിക്ക്, ഇത് കണ്ടോ? തണുപ്പത്ത് പെട്ടെന്ന് ഇറങ്ങിയോ? ഇവിടെ അകത്ത് നിന്നൊരു കാര്യമില്ല. അതാണ് പ്രശ്നം. ചെരുപ്പ് ഇവിടെ എവിടെ ഇട്ടിട്ട് നമുക്ക് പുറത്തിറങ്ങാം. എന്റെ ദൈവമേ, ഇത് കണ്ടില്ലേ? നോക്കിക്ക്, തണുപ്പത്ത് -2 -3 എങ്ങാണ്ടാണ്. ആൾക്കാരൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ കിടക്കുകയാണ്. അവിടെ സ്വിമ്മിംഗ് പൂളുണ്ട്, ഹീറ്റഡ് പൂളാണ്. അതിനകത്ത് ഇങ്ങനെ നീന്താം. ഓ, ദിസ് ഈസ് ബിഗ് മാൻ. തണുത്ത് വിറച്ച് നിൽക്കുകയാണ്. നല്ല തണുപ്പ് കേട്ടോ. നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാം, ചാടാം, അല്ലാതെ വേറെ വഴിയില്ല. അങ്ങനെ വെള്ളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. സൾഫേറ്റ്, കാൽഷ്യം, മഗ്നീഷ്യം, പിന്നെ വേറെ കുറെ മിനറൽസ് ഒക്കെ ഉള്ള ഒരു മിനറൽ ബാത്ത് വാട്ടറാണ് ഉള്ളത്. കയറുമായിരിക്കും. ചെറിയ രീതിയിൽ നമുക്ക് ചൊറിയും ഇവിടെ വന്ന് നിൽക്കുമ്പോഴത്തേക്കിനും. അതേ ഉള്ള പ്രശ്നം, വേറെ പ്രശ്നമൊന്നുമില്ല. ഏതാ വൈറ്റമിൻ ഡിയോ എനിക്കറിയത്തില്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ കിടക്കുകയാണ്. തല മാത്രം പ്രശ്നമുള്ളൂ മേളിൽ. ബാക്കിയെല്ലാം നമ്മളിങ്ങനെ കുനിഞ്ഞ് വെച്ചിരിക്കുകയാണ്. താഴെ വെള്ളത്തിൽ മുക്കിയിട്ടിരിക്കുകയാണ്. സോ ദാറ്റ്സ് ഫൈൻ, പെർഫെക്റ്റ്. അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഭയങ്കര രസം കേട്ടോ. നല്ല ഇങ്ങനെ പുകയുന്ന പോലെ കണ്ടില്ലേ? നോക്കി, പുകയുന്ന പോലെ കണ്ടോ? ഇങ്ങനെ പുകയുന്ന പോലെ കണ്ടോ? അടിപൊളിയല്ലേ? ശരിക്കും ഈ ഒരു സ്ഥലത്തിൻ്റെ ഇഷ്ടം പോലെ വീഡിയോസ് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ വീഡിയോ എടുക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനിവിടെ വീഡിയോ എടുക്കില്ലായിരുന്നു. അത് മാത്രമല്ല, ഇതൊരു പബ്ലിക് പ്ലേസ് ആണ്. ഇവിടെ എവിടെയും വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടില്ല. സോ അങ്ങനത്തെ ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ പലരും വിചാരിക്കും ഇങ്ങനെയുള്ള സ്ഥലത്ത് എന്തിനാണ് വീഡിയോ എടുക്കുന്നതെന്ന്. പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. സോ യൂറോപ്പിലെ ഏറ്റവും വലിയ തെർമൽ സ്പാ അല്ലെങ്കിൽ യൂറോപ്പിലെ ഏറ്റവും വലിയ ബാത്ത് ഹൗസ് എന്ന് പറയുന്ന ആ ഒരു ബാത്ത് ഹൗസിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഇതിനകത്ത് കുറേ പരിപാടികളുണ്ട്. ഇപ്പോൾ ഇവിടെ അകത്ത് നോക്കി കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്നുണ്ട് പ്രൈവറ്റ് സ്പാ, പിന്നെ ഡേ സ്പാ, ബിയർ സ്പാ. ബിയർ സ്പാ എന്ന് പറഞ്ഞ പരിപാടിയൊക്കെ ഉണ്ട്. അതായത് അത് ബിയറിൽ എന്താ പരിപാടി എന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ അതിന് എന്തൊക്കെയോ കുറേ പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ ആക്ച്വലി എക്സ്ട്രാ പേയ്മെൻ്റ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ശരിക്കും ഉപയോഗിക്കാവുന്ന സർവീസസ് ആണ്. പിന്നെ മസാജ്, അങ്ങനെയുള്ള പല പരിപാടികളുണ്ട്. ഈ ബുദാപെസ്റ്റിൽ വരുന്ന 90% ടൂറിസ്റ്റുകളും വരുന്ന ഒരു സ്ഥലമാണിത്. 90% ടൂറിസ്റ്റുകളും വരുന്ന സ്ഥലമാണ്. അതായത് ഇവിടെ വരാത്തവരായിട്ട് ഇല്ല. ഇവിടെ വരാൻ നിങ്ങൾ നാണമൊന്നും വിചാരിക്കേണ്ട, ഒരു നാണം വിചാരിക്കേണ്ട. ഒരു ഫാമിലി പ്ലേസ് ആണ്. ആർക്കും വരാം, നിങ്ങൾക്ക് വന്ന് റിലാക്സ് ചെയ്യാം, വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ല. സോ ദാറ്റ്സ് ഇറ്റ്. അടിപൊളി സ്ഥലം. എന്ത് സുഖമല്ലേ കിടക്കാൻ. ഇത് ബേസിക്കലി ഇത് നാച്ചുറൽ വാട്ടറാണ്, സ്പ്രിംഗ് വാട്ടറാണ്. വേറെ നാച്ചുറൽ പുകയുന്ന കണ്ടില്ലേ? അതല്ലേ, അതായത് ഹംഗറി എന്ന് പറയുന്നത് ജപ്പാൻ പോലെയാ. നാച്ചുറൽ സ്പ്രിംഗ് വാട്ടർ സിസ്റ്റം പോലെയുള്ള സ്ഥലമാണ് ഹംഗറി. അതങ്ങനെയാണ്. സൾഫർ കണ്ടന്റ് ഉള്ള വാട്ടറാണ്. നാച്ചുറൽ സ്പ്രിംഗ് ആണ്, നാച്ചുറൽ വാട്ടറാണിത്. സ്പ്രിംഗ് അല്ല, നാച്ചുറൽ എന്തിനാ പറയുന്നത്? അത് സംഭവം, അതാണ് സംഭവം. ഹോട്ട് സ്പ്രിങ്സ് നമ്മൾ പറയത്തില്ലേ. അപ്പം ഇവിടെ ഈ പണ്ട് കാലത്ത് 1913 കാലഘട്ടത്തിൽ ഹോട്ട് സ്പ്രിങ്സ് കണ്ടെത്തിയിട്ട് ആ ഹോട്ട് സ്പ്രിങ്സ് തണുത്ത കാറ്റ്, ആ ഹോട്ട് സ്പ്രിങ്സിൽ നിന്നുമാണ് ശരിക്കും ഇങ്ങനെ ഒരു ബാത്ത് ഹൗസ് ഇവിടെ ഉണ്ടാക്കിയെടുത്തത്. നമ്മളിപ്പോൾ കാണുന്ന ഈ ബാത്ത് ഹൗസ് ഒരു 1995 കാലഘട്ടത്തിൽ റിനോവേറ്റ് ചെയ്ത് പുതുക്കി പണിതാണ്. അതിനു മുമ്പ് ഇത് വേറെ രീതിയിലായിരുന്നു. 60 ലക്ഷത്തോളം ലിറ്റർ ഓഫ് ഹോട്ട് വാട്ടറാണ്. മറ്റേ ചൂടാക്കുന്നതല്ല കേട്ടോ, ഹീറ്റഡ് പൂൾ അല്ല കേട്ടോ, ഒറിജിനൽ വെള്ളമാണ് ഹോട്ട് സ്പ്രിങ്സിലായിട്ട് ഇതിനകത്ത് ശരിക്കും കൊണ്ടുവരുന്നത്. യൂറോപ്പിലെ ഏറ്റവും വലിയ ബാത്ത് ഹൗസ്. 10,000-കണക്കിന് ആളുകളാണ് ഒരു ദിവസം ഇവിടെ കുളിക്കാനായിട്ട് വരുന്നത്. ഇതൊരു പൂൾ മാത്രമാണ്. ഇവിടെ ഇങ്ങനെ പല പൂളുകളുണ്ട്, പല പരിപാടികളുണ്ട്. അതാണ് സംഭവം. ഇതിനകത്തും ആൾക്കാരെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചോണ്ട് പിടിച്ചോണ്ട് അതെ അതെ, എല്ലാവരും കപ്പിൾസാണ്. കപ്പിൾസ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. ശരിക്കും ഉണ്ടല്ലോ, ഭയങ്കര രസമായിട്ടത്. ഇത്ര ഇഷ്ടപ്പെട്ടു. ഇവരുടെ കൾച്ചറാണിത്. നമ്മൾ ജപ്പാനിൽ പോയപ്പോൾ എന്താ, സഞ്ജുഭായ് ഇവിടെ തുണിയെങ്കിലും ഉണ്ട്, ജപ്പാനിൽ പോയാൽ തുണി കൊടുക്കാൻ പാടില്ല, അത് പറ്റില്ല.
കമ്പൽസറി ന്യൂഡായിരിക്കണം. അതെ, നമ്മൾ ഈ വിദേശ രാജ്യത്ത് പോയി കഴിയുമ്പോഴത്തേക്കിനും പൂളിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലും അവിടെ ഇവിടെയൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കിനും അവിടുത്തെ ഈ ചേഞ്ചിങ് റൂംസ് ഉണ്ടാവുമല്ലോ. ചേഞ്ചിങ് റൂംസിൽ യൂഷ്വലി എല്ലാവരും തുണിയില്ലാതായിരിക്കും ചേഞ്ച് ചെയ്യുന്നത്. അതായത് അതൊരു കംപ്ലീറ്റ് ന്യൂഡായിട്ടായിരിക്കും തുണി മാറുന്നതും പിന്നെ കുളിക്കുന്നതും ഒക്കെ. അത് അങ്ങനത്തെ സെറ്റപ്പാണ്, അതങ്ങനെയാണ് അവിടെ. നമുക്കാണ് ഈ ആണുങ്ങളുടെ റൂമിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും തുണി ഊരാന്നുള്ള പോലെ ന്യൂഡ് എന്ന് പറയുന്നത് നമ്മുടെ കൾച്ചറല്ലല്ലോ. പക്ഷേ ഇവരൊക്കെ അങ്ങനെയാണ്, ഇവിടുത്തെ കൾച്ചർ അങ്ങനെയാണ്. സോ നമ്മൾ അതൊന്നും കണ്ടിട്ട് പ്രത്യേകിച്ച് ഒന്നും വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ പൂളിൽ ഇറങ്ങണമെങ്കിൽ പൂൾ തലയിൽ ക്യാപ്പ് വേണം, എന്നാലേ പൂൾ ഇറങ്ങാൻ പറ്റുള്ളൂ. ഇതെന്തല്ലേ സമ്മർ, ഇത് ഇത്ര -5 പുറത്ത്, എന്നിട്ട് ഇവിടെ ഇത്രേ ആള് കുറവാണ് ബേസിക്കലി. അതെ, പുറത്താ 5 ഡിഗ്രി സെൽഷ്യസ്, 28 ഡിഗ്രി സെൽഷ്യസ്. ഇത് സമ്മറിലാണെങ്കിൽ ഇവിടെ അടുക്കാൻ പറ്റൂല. ഇത് നമ്മളിപ്പോ എവിടെ എത്തിയത്? ഇതിനകത്ത് റെസ്റ്റോറന്റും ബാറും ഒക്കെ ഉണ്ട് കേട്ടോ. സ്പാ ഷോപ്പ്, സോന. ഇനി സോനയാണ്, സോനയിലേക്ക് പോകുന്ന പരിപാടിയാ. അടിപൊളി. ഇതിനകത്ത് നല്ല ചൂടാണല്ലോ. വാവ്, ഇതും വേറെ ലെവൽ. ഇത് ഇൻഡോർ സോന. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് സോനയിലിരിക്കാം, എന്നിട്ട് ഇവിടെ ഈ കാണുന്ന പൂളിൽ ചാടാം. അതാണ് പരിപാടി. ഇതും ഹീറ്റഡ് വാട്ടർ ആണ്, ഇൻഡോർ സംഭവമാണ്. സോന ഉപയോഗിക്കാം. പിന്നെ ഇതിനകത്ത് കുറേ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിനകത്ത് തന്നെ ഡ്രസ്സിങ് റൂമും ചേഞ്ചിങ് റൂമും ലോക്കർ റൂമും അങ്ങനെയുള്ള പല പരിപാടികളും ഉണ്ട്. എന്ത് സെറ്റപ്പല്ലേ, പബ്ലിക് ബാത്ത് ഹൗസുകൾ. അങ്ങനെ ഞങ്ങൾ ഇതിനകത്ത് വന്ന് ഇറങ്ങി. ഞങ്ങൾ കുറേ നേരമായിട്ട് ഇവിടെ ചുമ്മാ ഇരിക്കുകയാണ്. ശരിക്കും പുറത്തായിരുന്നു അടിപൊളി. ആ തണുപ്പത്ത് ആ വെള്ളത്തിൽ കഴുത്ത് വരെ ചൂടും, തല മാത്രം തണുത്ത് അതിനകത്ത് നിൽക്കുമ്പോൾ അത് പ്രത്യേക ഒരു ഫീലായിരുന്നു. ഇഷ്ടംപോലെ ആൾക്കാരാണ്. ഇത് സമ്മർ ആകുമ്പോഴത്തേക്കിന് ഇത് വേറെ വൈബാണ്. പക്ഷെ ഇവിടെ വന്നിട്ട് കോഴിത്തരമൊന്നും കാണിക്കരുത്, ഇവിടെ വന്നിട്ട് കോഴിത്തരമൊന്നും കാണിക്കരുത്, വില കളയരുത്. അതെ, നോക്കിക്കോ, അവിടെ മാനം മര്യാദക്കൊക്കെ നോക്കണം. അത് തുറിച്ച് നോക്കരുത്. നമ്മൾ മലയാളികൾക്കുള്ളൊരു സംഭവമല്ല തുറിച്ച് നോക്കാന്ന് പറയുന്നത്. അതൊക്കെ നോക്കുന്നത് എല്ലാവരും നോക്കും, മനുഷ്യരാണ് അല്ലേ, എല്ലാവരും നോക്കും. പക്ഷെ തുറിച്ച് നോക്കാൻ പാടില്ല, ദ്വയാർത്ഥം പാടില്ല. ദ്വയാർത്ഥമാണ് ഈ ഒരു ഊള ചെരുപ്പും ഒരു ഊള ടവലും വാങ്ങിക്കാൻ ഇവർ 2000 രൂപ വാങ്ങിച്ച്. നിങ്ങൾ വരുമ്പോഴത്തേക്കിനും ചെരുപ്പും ടവലും ഒക്കെ നിങ്ങൾ കൊണ്ടുവരണേ. ഈ ചെരുപ്പ് എനിക്ക് തോന്നുന്നു ഇവർ മിക്കവാറും ഞാനിത് കൊണ്ട് ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് ഇവർ രണ്ടാമത് വീണ്ടും എടുത്ത് വെക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ ഷവർ ഏരിയാസ് ആണ് കണ്ടില്ലേ. ഇതൊക്കെ ആളുകൾക്ക് കുളിക്കാൻ വേണ്ടിയുള്ള സ്ഥലമാണ്. എല്ലാവരും ടവലൊക്കെ ഉണക്കാനിട്ടിരിക്കുകയാണ്. ഇത് ഹീറ്റിംഗ് സംഭവമാണല്ലോ. ഇത് മറ്റൊരു സ്ഥലമാണ്. ഇവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ പൂളുകളും മറ്റുമൊക്കെ സംഭവം ചെയ്തിട്ടുണ്ട്. പിന്നെ ആളുകൾക്ക് ഇങ്ങനെ ഇരിക്കാം. ഇതൊക്കെ പഴയ ഒരു ടർക്കിഷ് ബാത്തിൻ്റെ ഒക്കെ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഇത് ബേസിക്കലി ടർക്കിഷ് ബാത്തും പിന്നെ എന്താ പറയുക നമ്മുടെ മൊറോക്കൻ ബാത്ത് എന്നൊക്കെ പറയുന്നതൊക്കെ പല സ്ഥലങ്ങളും ഇതുപോലത്തെ തന്നെ സെറ്റപ്പുകളാണ്. സോ ഇവിടെ എന്തൊക്കെയോ പരിപാടികളുണ്ട്. എല്ലാവരും പുറത്താണല്ലേ, അകത്ത് ആൾക്കാർ കുറവാണ്, എല്ലാവരും പുറത്താണ്. നമ്മളിങ്ങനെ ഇതിനകത്ത് മൊത്തം എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി. ഇത് അടിപൊളിയാ. എന്തോരം സ്ഥലങ്ങളാണ് ഇതിനകത്ത്. എന്താ ഇത് സോനയാണോ? ഇതിനകത്ത് മറ്റേ ഹീറ്റഡ് സോനയാണ്. ഇതിനകത്ത് കയറിയിരിക്കാം, ചൂടായിരിക്കും. പിന്നെ പുറത്ത് കുളിക്കാനുള്ള സ്ഥലം. ഇതാണ് ബിയർ സ്പാ. ഇത് എന്താ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബിയർ സ്പാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ബിയർ കഴിക്കുന്ന സ്പാ ആണോ എന്ന് എനിക്കറിയില്ല. നമുക്ക് ഇത് കണ്ടോ, ഇത് പ്രൈവറ്റ് ക്യാബിൻസ് ആണ്. നമുക്ക് ഇതുപോലെ പ്രൈവറ്റ് ചേഞ്ചിങ് ക്യാബിൻസ് കിട്ടും. നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ ഇതിനകത്തും സ്റ്റോക്ക് ചെയ്യാം. അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. എവിടെയാണ് ബിയർ സ്പാ? ഫൈൻഡ് അപ്സ്റ്റേഴ്സ്. നിങ്ങൾ കയറി നോക്കാം. ബിയർ സ്പാ എന്താണെന്ന് അറിയണമല്ലോ. ഇതൊക്കെ പ്രൈവറ്റ് ചേഞ്ചിങ് റൂംസും പരിപാടികളൊക്കെയാണ്. ബിയർ സ്പാ എൻട്രൻസ്. ബിയർ സ്പാ എന്തുവാ, ഞാനിങ്ങനെ ഭയങ്കര ആകാംക്ഷ ഭരിതനായിട്ടിരിക്കുകയാണ്. ഇത് ബിയർ കുടിക്കുന്ന സ്ഥലം കഴിച്ച് അത്രേ ഉള്ളൂ. ഇതാണ് സംഭവം. അതെ, അവിടെ അകത്തൊരു ബാത്ത് ടബ് പോലത്തെ വുഡൻ്റെ ഒരു സാധനമുണ്ട്. അതിനകത്ത് ആൾക്കാരുണ്ട്. അതുകൊണ്ട് അവർ 4 തന്നെ ഉള്ളൂ. അത് അവരെ ഫോക്കസ് ചെയ്ത് വീട്ടിൽ കൊടുക്കുന്ന മോശമല്ലേ. അതിനകത്ത് ബിയർ കുടിച്ചോണ്ടിരിക്കുക. ആ വെള്ളത്തിൽ ഒരു ബാത്ത് ടബിൽ 2 പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കാം. അതിനകത്ത് നമുക്ക് ബിയർ കുടിച്ചോണ്ട് ഇരിക്കാൻ കുറച്ച് നേരം. അതാണ് ബിയർ സ്പാ. ഞാൻ വിചാരിച്ചു ബിയറിനകത്ത് കുളിക്കുന്ന അറിയത്തില്ല എന്തൊക്കെയാ പരിപാടി. അതെ, ഇതെന്തായാലും സംഭവം കൊള്ളാം. എന്തായാലും വേറെ ലെവലാണ്. പൊളി. ഇത് കണ്ടില്ലേ, എന്ത് ഭംഗിയല്ലേ ഇതിൻ്റെയൊക്കെ ഇന്റീരിയർ. എന്തോരം സ്ക്വയർ ഫീറ്റ്, എത്ര സ്ഥലം ഉണ്ടാവും അല്ലേ. നമ്മൾ അടുത്ത ഹോളിൽ വന്ന് ഇവിടെ ഇതൊക്കെ ഈ ഹോട്ട് സ്പ്രിങ്
വാട്ടറാണ് ഇതിനകത്തെല്ലാം. ഇതിങ്ങനെ ഒരു ഫുൾ ഡേ സ്പെൻഡ് ചെയ്യാം, അതായത് ഈ വെള്ളത്തിൽ കിടന്ന് അർമാദിക്കാനായിട്ട് ഒരു ഫുൾ ഡേ സ്പെൻഡ് ചെയ്യാനുള്ള സെറ്റപ്പുകൾ ഇവിടെയുണ്ട്. അതാണ് പരിപാടി. ഇത് തീരണില്ല. എന്താ ഇത്? എന്റെ ദൈവമേ, കഴിഞ്ഞ ഇത്ര വെള്ളം തോന്നല്ലേ? ഇത്ര വെള്ളം തോന്നും. ഇത് വെള്ളം ഇതിൻ്റെ അകമൊക്കെ നോക്കി. അടിപൊളി മോനെ, അടിപൊളി അടിപൊളി. ഇത് ഇവിടുത്തെ ഫ്ലോർ മാപ്പ് കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ? നോക്കി എങ്ങനെയാണെന്ന്. ഇത് നോക്കി മനസ്സിലാക്കണം നമ്മൾ എവിടെയാണ് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ. ഇത് നമ്മുടെ സ്വിമ്മിംഗ് പൂള്, ഇത് നമ്മുടെ ആദ്യം ഇറങ്ങിയ പൂള്, ഇത് 2 വേറെ ഉണ്ട്. പിന്നെ ഇതിനിവിടെ ഇങ്ങനെ കുറേ കോമ്പൗണ്ടുകളിലായിട്ട് കുറേ ബിൽഡിങ്ങുകളിലായിട്ട് കുറേ സംഭവങ്ങളുണ്ട്. പലതരത്തിലുള്ള സോനയുണ്ട്. അടിപൊളി. ഇതിനകത്ത് കയറിയിട്ട് ഇത് വഴി തെറ്റി. നമ്മളെതിരെയാണ് വന്നത്. ഇതിനകത്ത് കയറിയിട്ട് വഴി തെറ്റി. അതായത് ഏത് വഴിയാണ് വന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. അതെ അവിടെ ഇൻഡോർ പൂൾ ഔട്ട്ഡോർ പൂൾ അത്ര ബിഗാണിത്. പിന്നെ അത് മാത്രമല്ല, എന്ത് വൃത്തിയാണെന്ന് നോക്കുക അല്ലേ? തെന്നി വീഴുന്ന പരിപാടിയോ അങ്ങനെയൊന്നുമില്ല, ഒരു നാറ്റമില്ല. നല്ല വൃത്തിയുള്ള നല്ല അടിപൊളി സെറ്റപ്പ്. ഇഷ്ടപ്പെട്ടു. അയ്യോ നടക്കുന്നേ. നേരെ ഓടിക്കോ, മറ്റേ പൂളിൽ പോയി കിടക്കാം. എന്തോരം ആൾക്കാരാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലൊരു പൂൾ അപ്പുറത്തും ഉണ്ട്, ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ അപ്പുറത്തും ഉണ്ട്. നമുക്കപ്പോൾ ഇതിനകത്ത് ഇറങ്ങാൻ വേണ്ടും. ഈ പൂളിൽ നിന്ന് ബിയർ വരെ അടിക്കുന്ന ആൾക്കാർ. അടിപൊളി. ഒന്ന് ആലോചിച്ച് നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് ഒരു എൻജോയ് അല്ല ആലോചിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? എൻ്റെ അമ്മ പൂളിൽ നിന്ന് ബിയർ കുടിക്കാം. ഹോട്ടലുകളിൽ പോലും സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടെ പല സ്ഥലത്തും ഈ മദ്യം സമ്മതിക്കാത്തതിൻ്റെ മെയിൻ റീസൺ അടിച്ചലമ്പാതിരിക്കാൻ വേണ്ടിയാണ്. അയ്യോ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കിടില സ്ഥലം. ഇവിടെ ഞാൻ ആക്ച്വലി ഇന്നലെ വരാൻ വേണ്ടി ഇരുന്നാണ്. അപ്പോൾ അന്നേരമാണ് ഷംജിത് ഭായി പറഞ്ഞു ഷംജിത് ഭായി വരുന്നു എന്ന്. എന്നാൽ പിന്നെ ഒരുമിച്ച് വരാമെന്ന് കരുതി. മിസ് ചെയ്തില്ലല്ലോ? അടിപൊളിയല്ലേ? അതാണ് പിന്നെ രാജ്യത്തിന്റെ 51ാമത്തെ രാജ്യം സെലിബ്രേറ്റ് ചെയ്യാണ്. സ്വിമ്മിംഗ് പൂൾ 25ാമത്തെ രാജ്യം. 25ആയി. വെരി ഗുഡ്. അതിന് കാരണം ആണ് യാത്ര ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ. ഇതൊന്നും ഒരുപാട് ആളുകൾക്ക് മോട്ടിവേഷൻ കിട്ടിയിട്ടുണ്ടാവും യാത്ര ചെയ്യാൻ. താങ്ക് യു. ശരി, ഞങ്ങളിപ്പോൾ ഒരു 1/4 മണിക്കൂറായിട്ട് ഈ ഒരു പൂളിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഇവിടെ ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഈ ഒരു പൂളിൽ ഉണ്ടാവുമെന്നറിയോ? ഈ സമയത്ത് ഇപ്പോൾ അറ്റ് എ ടൈം എത്ര രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ. നമ്മൾ ഇന്ത്യക്കാരുണ്ട്, ഇന്ത്യക്കാർ വേറെ ആൾക്കാരെ ഞാൻ കണ്ടു. പിന്നെ ഏഷ്യൻസ് ഉണ്ട്, ചൈനീസ് ഉണ്ട്, പിന്നെ യൂറോപ്പിൽ തന്നെ പല രാജ്യങ്ങളിൽ നിന്നുള്ളവരുണ്ട്. അങ്ങനെ ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. ആഫ്രിക്കൻസ് ഉണ്ട്. അങ്ങനെ അതൊരു വ്യത്യസ്തമായിട്ടുള്ള പല രാജ്യങ്ങളിലെ ആളുകൾ ഒരുമിച്ച് വിളിക്കുന്ന ഒരു പൂൾ എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് സംഭവം. നമുക്ക് പതുക്കെ കയറിയാലോ? മതിയാക്കാം എന്താ പരിപാടി വെച്ചാൽ. അപ്പോൾ എന്തായാലും നാളെ നമ്മൾ ഇവിടെ നിന്ന് സ്ലൊവേക്കിയയിലേക്ക് പോവുകയാണ്. നമ്മൾ അടുത്ത രാജ്യം സ്ലൊവേക്കിയ. പറയുമ്പം ഭയങ്കര സംഭവമാണ്. പക്ഷേ ഇവിടുന്ന് 2 മണിക്കൂർ ട്രെയിൻ യാത്രയേ ഉള്ളൂ. സ്ലൊവേക്കിയ എത്തും. സ്ലൊവാക്യയുടെ ക്യാപിറ്റൽ സിറ്റിയുടെ പേര് മറന്നു പോയിരുന്നു. ബ്രാറ്റിസ്ലാവ അങ്ങനെ എന്തോ ആണ്. അവിടേക്കാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഓസ്ട്രിയ പോകണം, വിയന്ന പരിപാടി. അയ്യോ തിരിച്ചിറങ്ങി പെട്ടെന്ന് ഓടി പൊക്കോടെ, ഇല്ലെങ്കിലേ ഒരു രക്ഷയില്ല. എൻ്റെ അപ്പോൾ ഈ ആൾക്കാർ ടവലെല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് അവിടെ ഇവിടെയും ഭാര്യ വിളിച്ചിട്ടാണ് ഇവിടെ കാണാനുള്ള ആകെയുള്ളൊരു അരോചകമായിട്ടൊരു കാര്യം. അതില്ലാന്നുണ്ടെങ്കിൽ സംഭവം പൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങളിവിടെ വന്ന് ഡ്രസ്സൊക്കെ മാറി തിരിച്ച് വന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി വീണ്ടും പുറത്തിറങ്ങാൻ റെഡിയായി. അപ്പോൾ നമ്മൾ വാങ്ങിച്ച ചെരുപ്പ് ഈ സാധനം എവിടെയെങ്കിലും കളയണമല്ലോ. ഇനിയിപ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ഇത് ത്രോ ചെയ്തിട്ടുള്ളിൽ കൊണ്ട് കളയാം. എന്തായാലും ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. സംഭവം അടിപൊളിയായിരുന്നു. ഇത്രയും വലിയൊരു ബാത്ത് ഹൗസ് എന്ന് പറയുന്നത്, അതും ഇത്രയും ക്രമീകരിച്ച് അല്ലേ, അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നത്. ഇത് തിരിച്ചിട്ടാൽ മതി, അതിന് ഇട്ടാൽ മതി. പോട്ടെ ഓക്കെ. യെസ്, അപ്പോൾ പരിപാടി കഴിഞ്ഞ് എന്തായാലും നമ്മളൊരു 1-2 മണിക്കൂർ സ്പെൻഡ് ചെയ്തു അല്ലേ? നിങ്ങൾക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ യു സ്പെൻഡ് as much as ടൈം യു വാണ്ട്. സമ്മറിൽ വന്നു കഴിഞ്ഞാൽ രാവിലെ വന്നാൽ വൈകിട്ട് ആൾക്കാർ പോവുള്ളൂ, അത് ഉറപ്പാണ്. സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. സംഭവം പൊളിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ ഇവിടെ ഹംഗറിയിൽ വരികയാണെങ്കിൽ പ്ലീസ് ഡു ട്രൈ ദിസ് പ്ലേസ്. ദിസ് ഈസ് റിയലി എ നൈസ് പ്ലേസ്. അടിപൊളിയാണ്. എന്നോട് കുറേ ആൾക്കാർ ഇത് ട്രൈ ചെയ്ത് സജസ്റ്റ് ചെയ്തിരുന്നു. ഇറ്റ്സ് എ വർത്ത് പ്ലേസ്. അപ്പോൾ എന്തായാലും ഹംഗറി വീഡിയോകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഹംഗറിയിൽ നിന്നും നമ്മളിനി അടുത്ത രാജ്യത്തേക്ക് പോവുകയാണ്, സ്ലോവാക്യ. ബാക്കി കാഴ്ചകളുമായിട്ട് വി വിൽ മീറ്റ് ടുമോറോ. ബൈ ഗൈസ്.